മാത്രവുമല്ല, നിത്യതയിൽ ചെന്ന് ചേരേണ്ടതിന് നാം എന്തു വേണമെന്ന ആശയത്തെ ഗൗരവമായി തൊടേണ്ടതിന് ആ ഭാഗങ്ങൾ നിർബന്ധമാണ്. അവിടെ എടുത്തു പറഞ്ഞു, നിങ്ങൾ എൻ്റെ പ്രീസെപ്റ്റ്സ് ആചരിച്ചു വന്നാൽ, എൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും ആചരിച്ചു വന്നാൽ ഞാൻ ആകാശത്തു നിന്ന് മഴ പെയ്യിക്കും, ഭൂമി നിങ്ങൾക്ക് ആഹാരം വിളയിക്കും. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈ ഭൗതിക സൗകര്യങ്ങളെക്കാൾ ഉപരിയായി സ്വർഗത്തിൽ നിങ്ങളുടെ നിക്ഷേപം വലുതായിരിക്കും എന്ന ആശയം കാണുവാൻ കഴിയും. ഇതിനെ ഒന്ന് ചേർത്ത് വെച്ച് പഠിക്കേണ്ടതിന് വേണ്ടിയാണ് ഇന്ന് പകൽ ഞാൻ ദൈവകൃപയിൽ ശരണപ്പെടുന്നത്. ആവർത്തന പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ, ആകയാൽ ഇന്ന് നിങ്ങളോട് കൽപ്പിക്കുന്ന കൽപ്പനകളും ചട്ടങ്ങളും വിധികളും നീ പ്രമാണിച്ചു നടക്കണം. ദയവായി ആ വാക്യം ഒന്ന് വായിക്കാമോ? ആവർത്തന പുസ്തകം 7-ാം അധ്യായം 11-ാമത്തെ വാക്യം. ആകയാൽ ഞാൻ ഇന്ന് നിന്നോട് കൽപ്പിക്കുന്ന കൽപ്പനകളും ചട്ടങ്ങളും വിധികളും നീ പ്രമാണിച്ച് നടക്കണം. ഇവിടെ ചട്ടങ്ങളും വിധികളും എന്നുള്ള ആ വാക്കുകളിലാണ് ഒന്ന് നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. കൽപ്പന എല്ലാവർക്കും പരിചയമുള്ളതാണ്, ദൈവം തന്നതായ കൽപ്പനകൾ. ചട്ടങ്ങളും വിധികളും ഇതിനെ പല രീതിയിൽ തർജ്ജമ ചെയ്തിട്ടുണ്ട്. ചട്ടങ്ങൾ എന്നാണ് വേദപുസ്തകത്തിൽ അധികവും അതിനെ വിളിക്കാറുള്ളത്. സ്റ്റാറ്റ്യൂട്ട്സ് എന്ന പദമാണ് അതിനുപയോഗിക്കാറുള്ളത്. കൽപ്പനകൾ, ചട്ടങ്ങൾ, സ്റ്റാറ്റ്യൂസ് എന്ന പദമാണ് അതിനധികവും ഉപയോഗിക്കാറുള്ളത്. അവിടെയും ഇവിടെയും പ്രീസെപ്റ്റ് എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്, പ്രിസെപ്റ്റ് എന്ന പദവും ഉപയോഗിച്ചിട്ടുണ്ട്. ഈ രണ്ട് വാക്കുകളുടെയും അർത്ഥം ആരംഭത്തെങ്കിലൊന്ന് തൊടുവാനായിട്ട് ആഗ്രഹിക്കുന്നു. സ്റ്റാറ്റ്യൂട്ട്സ് എന്ന പദത്തിന് എ ലോ ദാറ്റ് സ്റ്റാൻഡ്സ് ലൈക്ക് എ സ്റ്റാച്യു, എ റിട്ടൺ ലോ പാസ്ഡ് ബൈ എ ലെജിസ്ലേറ്റീവ് ബോഡി, ദ ആക്ട് കൺസിഡേർഡ്, നോട്ട് ഡിമാൻഡിങ് എ ഡെത്ത് പണിഷ്മെൻറ്റ്. എല്ലാ രാജ്യങ്ങൾക്കും അനേകം നിയമങ്ങളുണ്ട്. ചില നിയമങ്ങൾ ലംഘിച്ചാൽ അതിനകത്ത് മരണശിക്ഷ അനുഭവിക്കും. ചിലത് ലംഘിച്ചാൽ അതിനകത്ത് വൻകിട ശിക്ഷകൾ കാണും. വേറെ ചിലത് ലംഘിച്ചാൽ 100 രൂപ ഫൈൻ ഇട്ട് വിടും. മോട്ടോർ ബൈക്കിൽ യാത്ര ചെയ്യുന്നവർ ഹെൽമറ്റ് ധരിക്കണമെന്നുള്ളതും കാറിൻ്റെ മുൻസീറ്റിൽ ഇരിക്കുന്നവർ സീറ്റ് ബെൽറ്റ് ഇടണമെന്നുള്ളതും മരണകരമായ കൽപ്പനകളല്ല. അത് ലംഘിച്ചാൽ മരണകരമായ ശിക്ഷയില്ല, പകരം അതിനൊരു പെനാലിറ്റി കാണും, ചെറിയ ശിക്ഷകൾ. ചെറിയ ശിക്ഷകൾ കൊണ്ടുവരുവാൻ കഴിയുന്നതും ഒരു കാലത്തും തുടച്ചു നീക്കാൻ കഴിയാത്തതുമായ ദൈവിക വ്യവസ്ഥകളെയാണ് ചട്ടങ്ങൾ എന്ന് പ്രധാനമായും വിളിക്കുന്നത്. ആ പദങ്ങൾ അങ്ങനെ അതിൻ്റെ അർത്ഥം എടുത്തു പറയുമ്പോൾ അത് മനസ്സിലാകുമായിരിക്കും. രണ്ടാമത്തെ പദം പ്രിസെപ്റ്റ്സ് എന്ന വാക്കാണ്. എ ജനറൽ റൂൾ ഇൻറ്റൻഡഡ് എഗെയിൻ ഫോർ ദ കോമൺ ബിഹേവിയർ ആൻഡ് തോട്ട്സ്. നമ്മുടെ ചിന്താമണ്ഡലത്തെ എങ്ങനെ നിയന്ത്രിക്കണം, നമ്മുടെ സാധാരണ ജീവിത ശൈലി എങ്ങനെ കൊണ്ടുപോകണം എന്ന് പറയുവാനുള്ള ചില നിയമങ്ങളെയാണ് പ്രിസെപ്റ്റ്സ് എന്ന് വിളിക്കാറുള്ളത്. എന്നെക്കൊണ്ട് കഴിവുള്ളിടത്തോളം മൂലഭാഷയിലേക്ക് പോകുകയും കഴിവുള്ളിടത്തോളം മൂലഭാഷയിൽ നിന്ന് അർത്ഥം എടുക്കുവാൻ ശ്രമിക്കുകയും ചെയ്തതിൻ്റെ അന്തമാണ് ഞാൻ ഈ സ്റ്റേറ്റ്മെൻറ്റുമായി വരുന്നത്. ഞാൻ പറഞ്ഞു, കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ വളരെ കൂടുതൽ ആളുകൾ വിളിക്കുകയും എന്നോട് പല സംശയങ്ങൾ ചോദിക്കുകയും ചെയ്തു. അങ്ങനെ വിളിച്ച് സംശയങ്ങൾ ചോദിക്കാൻ ഉണ്ടായതിൻ്റെ പുറകിലുള്ള ഒരു യാഥാർത്ഥ്യം, വേദപുസ്തകത്തെക്കുറിച്ചും പഴയ നിയമത്തെക്കുറിച്ചും ദൈവിക പ്രമാണങ്ങളെക്കുറിച്ചും തെറ്റായുള്ള ഒരു പഠനം ഈ കാലത്ത് പരന്നുകൊണ്ടിരിക്കുകയാണ്. പലതരം ഉപദേശങ്ങൾ ഭൂമിയിൽ പരക്കുന്നുണ്ട്. വിശുദ്ധ പൗലോസ് വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ നിങ്ങളെ അറിയിച്ചതിന് വിപരീതമായ ഒരു ഉപദേശം ഞങ്ങളാകട്ടെ, സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനാണ്. വിപരീത ഉപദേശങ്ങൾ പ്രസ്താവിക്കുന്നവർ എഴുന്നേൽക്കുമെന്ന് പൗലോസ് പിന്നെയും പറയുന്നുണ്ട്. ഞങ്ങൾ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കുകയും വിപരീത ഉപദേശങ്ങൾ പറഞ്ഞ് ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചുകളയും ചെയ്യുവാൻ താല്പര്യപ്പെടുന്നവർ എഴുന്നേൽക്കുമെന്ന് അവിടെ പറയുന്നുണ്ട്. ഉപദേശത്തിൻ്റെ പെശകിലേക്ക് അനേകം ആളുകളെ കൊണ്ടുപോകാറുണ്ട്. അങ്ങനെ കൊണ്ടുപോകുന്നതിൽ നിന്ന് വിപരീതമായി ദൈവത്തിൻ്റെ പ്രമാണങ്ങളിൽ നിൽക്കണം എന്ന ആശയം ദൈവത്തിൻ്റെ സഭയിൽ കാണുവാൻ കഴിയുന്നു. പിക്ഹുഡ് എന്ന് വായിക്കാവുന്ന ഒരു എബ്രായ പദമാണ് അതിനുപയോഗിച്ചിരിക്കുന്നത്. പിക്ഹുഡ് എന്ന് വായിക്കാവുന്ന ഒരു എബ്രായ പദമാണ് ഇതിനുപയോഗിച്ചിരിക്കുന്നത്. രണ്ട് ഭാഗങ്ങളിലും രണ്ട് ആശയങ്ങളിലും ഇത് തർജ്ജമ ചെയ്തിട്ടുണ്ട്. തിരുവചനത്തിൽ പ്രിസെപ്റ്റ്സ് എന്ന പ്രയോഗം അനേക പ്രാവശ്യങ്ങളിൽ കാണുവാൻ കഴിയും. ആവർത്തന പുസ്തകത്തിലും ലേവ്യ പുസ്തകത്തിലും അത് കാണാം. നെഹമ്യാവിൻ്റെ പുസ്തകത്തിലും യെരമ്യാവിൻ്റെ പുസ്തകത്തിലും, അതായത് പ്രവചന പുസ്തകങ്ങളിൽ അത് കാണാം. പുരോഹിതന്മാരും പ്രവാചകന്മാരും ദൈവിക പ്രിസെപ്റ്റ്സിൽ, ദൈവം കൊടുത്തിരിക്കുന്നതായ പ്രമാണങ്ങളിൽ, നിയമങ്ങളിൽ
ഞാൻ പറഞ്ഞല്ലോ മരണശിക്ഷയുള്ളതല്ല, എന്നാൽ ചെറിയ തെറ്റുകളാണ്. അത് നിങ്ങൾ ചെയ്താൽ നിങ്ങളെ അന്യജാതികൾക്ക് വിറ്റുകളയുമെന്നല്ല, പകരം ഞാൻ മഴ നിർത്തിക്കളയും, ആഹാരത്തിന് മുട്ടുണ്ടാകുമെന്ന. ഞാൻ നിങ്ങളുടെ ഇടയിൽ വെട്ടിക്കിളിയെ അയക്കുമെന്നാണ്, നിങ്ങളെ ചെറിയ ശിക്ഷയിലേക്ക് നയിക്കുമെന്നാണ്, മഹാമാരി കൊണ്ട് നശിപ്പിക്കുമെന്നല്ല. ചെറിയ തെറ്റുകൾ നിങ്ങൾ ചെയ്യാതിരുന്നാൽ പുതിയ നിയമത്തിൽ വരുമ്പോൾ സ്വർഗത്തിൽ നിങ്ങൾക്ക് മഹിമയുടെ സിംഹാസനത്തിൻ്റെ മുമ്പിൽ ക്രിസ്തുവിൻ്റെ മണവാട്ടി എന്ന പദവിയിൽ വന്ന് നിൽക്കുവാൻ കഴിയും. ഇല്ലെങ്കിൽ അവിടെ എത്തുകയില്ല, അവിടെ ഒരു ഉന്നതത്തിലേക്കൊന്ന് ഉയർത്തുവാൻ. പൗലോസ് പറയുമ്പോൾ എൻ്റെ എയിം ഏതു പുരുഷനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കുക, എങ്ങനെയെങ്കിലും സ്വർഗത്തിൽ എത്തിക്കുക എന്ന ആശയമല്ല. അതൊക്കെ താഴ്ന്ന ക്ലാസ്സുകളിലേതാണ്, നമ്മളവിടെ ഇന്ന് തന്നെ വരും. എന്നാൽ പൗലോസ് പറഞ്ഞു ഒരു അപ്പസ്തോലിക ശുശ്രൂഷ ക്രിസ്തുവിൽ തികഞ്ഞവനാക്കുക എന്നതാണ്. ഒരു അപ്പസ്തോലിക ശുശ്രൂഷയിലൂടെ പോകുവാൻ സഭയായി നാം താല്പര്യപ്പെടുന്നതിനാൽ തികഞ്ഞവരാകുക എന്ന ആശയത്തിലേക്ക് നാം പോകണം. ഒരു പെൺകുട്ടിയുടെ ജനനത്തിങ്കൽ തന്നെ അവൾ വിവാഹിതയാകേണ്ടവളാണ് എന്ന് നമുക്കറിയാം. ആ പെൺകുഞ്ഞിനെ വളരെ ഗൗരവമായി മാതാപിതാക്കൾ വളർത്തിക്കൊണ്ടുവരികയാണ്. അവളുടെ ചാപല്യതകൾ ഒക്കെയും മറന്നിരിക്കും. 1-1.5 വയസ്സുള്ള സമയം ആവശ്യത്തിന് വസ്ത്രമുണ്ടോ ഇല്ലയോ എന്നത് വിഷയമല്ല. അവൾ ഇറങ്ങി നടന്നാൽ തെറ്റില്ല. അവളുടെ മുഖം കഴുകിയോ ഇല്ലയോ എന്നത് കാര്യമല്ല. മുഖം കഴുകിയിട്ടില്ലെങ്കിൽ അമ്മ മുഖം തുടച്ചു കൊടുത്താലും മതിയാകും. പക്ഷെങ്കിൽ വിവാഹപ്രായത്തിലേക്ക് വളരുമ്പോൾ ഇത് പറ്റത്തില്ല. മുടി ചീകുന്നതും വസ്ത്രം ധരിക്കുന്നതും കുളിക്കുന്നതും അവളുടെ ശുദ്ധി വരുത്തുന്നതും എല്ലാം മാതാപിതാക്കൾ ശ്രദ്ധിച്ചിരിക്കും. കാര്യം അവളെ ഒരു ഉത്തമ കന്യകയായി വിവാഹ നിശ്ചയത്തിന് വേണ്ടി കൊടുക്കേണ്ട കാലം അടുത്തു വരികയാണ്. എങ്ങനെയെങ്കിലും ഒരു വ്യക്തിയെ ക്രിസ്തുവുമായി പരിചയപ്പെടുത്തുക, ദൈവവൈതലാക്കി മാറ്റുക എന്നതിനേക്കാൾ ഉപരിയായി പൗലോസിന്റെ ആശയം, ഞാൻ നിങ്ങളെ നിർമ്മല കന്യകയായി ക്രിസ്തു എന്ന നിർമ്മല പുരുഷനെ വിവാഹ നിശ്ചയം ചെയ്യുകയാണ്, നിങ്ങളെ ഒരു വളർച്ചയിലേക്ക് കൊണ്ടുവരിക എന്നതാണ്. ഈ വളർച്ചയിലേക്ക് കൊണ്ടുവരേണ്ടതിനാണ് പ്രിസെപ്റ്റ്സ് പഴയ നിയമത്തിൽ കൊടുത്തിരിക്കുന്നത്. ആ പഴയ നിയമത്തിലെ പ്രിസെപ്റ്റ്സ് പുതിയ നിയമത്തിലുമുണ്ട്. ഇതിലേക്ക് കൊണ്ടുവരുന്നത് നമ്മളെ ഉന്നതത്തിലേക്ക് വളർത്തുക, ദൈവാനുരൂപരായി കൊണ്ടുവരിക എന്ന ആശയത്തിലാണ്. 119 സങ്കീർത്തനമാണ് ദൈവവചനത്തെ ഏറ്റവും ലളിതമായി ചിത്രീകരിച്ചുകൊണ്ട് ദൈവവചനം എന്താണെന്നും അതനുസരിച്ചാൽ എനിക്കുള്ള പ്രയോജനം എന്താണെന്നും ഒക്കെ പറയുന്നത്. ഞാൻ അങ്ങയുടെ ന്യായപ്രമാണത്തെ ആചരിക്കുന്നതിനാൽ എൻ്റെ ഗുരുക്കന്മാരെക്കാൾ ഞാൻ വിവേകമുള്ളവനായി മാറി. ഞാൻ അങ്ങയുടെ ന്യായപ്രമാണം അനുസരിച്ച് നടക്കുന്നതിനാൽ ദൈവത്തോട് പാപം ചെയ്യാതെ ഇരിപ്പാൻ എനിക്കിടയാകുന്നു എന്നിങ്ങനെ ദൈവത്തോട് പാപം ചെയ്യാതിരിക്കുവാനുള്ള കാരണമായി ന്യായപ്രമാണത്തെ അനുസരിക്കുന്നു എന്ന് പറയുന്ന 119 സങ്കീർത്തനത്തിൽ പ്രിസെപ്റ്റ് എന്ന പദം 21 പ്രാവശ്യം എങ്കിലും കിങ് ജെയിംസ് വെർഷനിൽ എഴുതിയിട്ടുണ്ട്. ദൈവത്തോട് പാപം ചെയ്യാതെ ഇരിക്കേണ്ടതിന് ദൈവത്തിൻ്റെ പ്രിസെപ്റ്റ്സ് അങ്ങയുടെ ചട്ടങ്ങൾ ഞാൻ പാലിച്ചിരിക്കും. ആ ചട്ടങ്ങൾ പാലിക്കുന്നതിനാൽ, ചട്ടങ്ങൾ ഞാൻ പറഞ്ഞു മരണകരമായ പാപത്തിൻ്റെ കൽപ്പനകളല്ല, ചെറിയ ചെറിയ കാര്യങ്ങളാണ്. പക്ഷേ അത് വരാതിരുന്നാൽ നമുക്കറിയാം, വലിയ തെറ്റിലൊന്നും അകപ്പെടാതെ ചെറിയ ചെറിയ കാര്യങ്ങൾ തെറ്റ് ചെയ്യുന്നവരെ ആളുകൾ നോട്ടപ്പുള്ളികളായി വെക്കാറുണ്ട്. കർത്താവേ, ഞാൻ അതല്ല അങ്ങയുടെ സന്നിധിയിൽ നിർമ്മലതയോടുകൂടെ നടന്നു എന്ന് പറയുവാൻ ഒരനുഭവം ഉണ്ടാകേണ്ടതാണ്. ലേവ്യ പുസ്തകം 26:3 എൻ്റെ ചട്ടങ്ങൾ ആചരിച്ച് എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് അനുസരിച്ചാൽ ഞാൻ നിനക്ക് നന്മ തരാം, അനുഗ്രഹം തരാം. അത് കഴിഞ്ഞ് 2-3 ആഴ്ചകൾ ഇവിടെ ആവർത്തിച്ച് തിരിച്ചും മറിച്ചും പറഞ്ഞതായതുകൊണ്ട് ഇന്ന് ഞാൻ അങ്ങോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ തോട്ട് പാറ്റേനെ കുറിച്ച്, നമ്മുടെ ചിന്താ മണ്ഡലത്തെക്കുറിച്ച് ദൈവം എന്താഗ്രഹിക്കുന്നു എന്നത് ഒന്ന് പറയാം. പ്രിസെപ്റ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞു ചിന്താ മണ്ഡലങ്ങളെയും നമ്മുടെ ചിന്താ ശൈലിയെയും പ്രവർത്തന ശൈലിയെയും ഒരുപോലെ ബാധിക്കുന്നതായ നിയമങ്ങളാണ്. ദൈവം ആഗ്രഹിക്കുന്നതായ പ്രമാണങ്ങൾ എന്താണ്? നമ്മുടെ ചിന്തയെക്കുറിച്ച് ചട്ടങ്ങൾ, കൽപ്പനകൾ, വിധികൾ, നിയമങ്ങൾ എന്നിങ്ങനെ പലതും ഒരുമിച്ച് ചേർന്നതാണ് ദൈവത്തിൻ്റെ ന്യായപ്രമാണം. ഇതിനകത്തെ പ്രിസെപ്റ്റ്സ് നമ്മുടെ ചിന്താമണ്ഡലത്തെ എങ്ങനെ നിയന്ത്രിക്കുന്നു, എങ്ങനെയാണ് അത് കൊണ്ടുപോകേണ്ടത്? ഞാനത് വാക്കിൻ്റെ അർത്ഥം ഒന്ന് പറഞ്ഞായിരുന്നു. തോട്ട് മണ്ഡലത്തെ, നമ്മുടെ ചിന്താമണ്ഡലത്തെ നിയന്ത്രിക്കുന്ന ഒരു പ്രമാണമാണ്. ആ വാക്കിൻ്റെ പ്രധാനമായ അർത്ഥം ചിന്തകളെയും പ്രവൃത്തികളെയും നിയന്ത്രിക്കുന്ന ഒരു തത്വം അത്രേ, അല്ലെങ്കിൽ ഒരു പ്രമാണമാണ്. നാം എന്ത് ചിന്തിക്കണം എന്ന് തിരുവചനം വ്യക്തമായി പഠിപ്പിക്കുന്നു. അതിനെ കുറിക്കുന്ന ചില പ്രമാണങ്ങൾ നമുക്ക് നോക്കാം. നമ്മുടെ ചിന്തകളെക്കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്നത് കൊലോസ്യ ലേഖനം 3-ാം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിച്ചേ പറ്റത്തുള്ളൂ. ഒത്തിരി വാക്യങ്ങളുണ്ട്. കൊലോസ്യ ലേഖനം 3-ാം 1 മുതൽ 10 വരെയുള്ള വാക്യം ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് നിങ്ങൾ ചിന്തിക്കണം. ദയവായി ഒന്ന് വായിക്കാമോ? 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നിർത്തി പോയാലേ മതിയാകുള്ളൂ.
ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പേൻ. ഞാൻ ഒരു ഇൻട്രഡക്ഷൻ എന്ന് പറഞ്ഞേട്ടെ. നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ, ഇതൊരു പദപ്രയോഗമാണ്. വിശുദ്ധന്മാർക്ക് എഴുതുന്ന ലേഖനമാണ്. കൊലോസ്യയിലുള്ള വിശുദ്ധന്മാർക്ക് എഴുതുന്നതാണ്. പുതിയ നിയമത്തിലെ ലേഖനങ്ങളുടെ കൂട്ടത്തിൽ അധികം വിശുദ്ധിയിലേക്കും വേർപാടിലേക്കും ഈടുറ്റ ലേഖനങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കൊലോസ്യ ലേഖനം. അതിനകത്തെ മുത്തുകൾ വാരിയെടുക്കുന്നത് സാധാരണക്കാരനെ സംബന്ധിച്ച് പ്രയാസമാണ്. അതുപോലെ വിശുദ്ധന്മാരും ദൈവമക്കളുമായവർക്ക് എഴുതുന്നതാണ്. പക്ഷേ ആ സ്റ്റാർട്ടിംഗ് വാചകം, നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ, ഞാൻ യേശുക്രിസ്തുവിനോടുകൂടെ മരിച്ചു, ക്രിസ്തുവിനോടുകൂടെ അടക്കപ്പെട്ടു, ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കുന്നു എന്ന് പറയേണ്ടതിനാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സാമ്പിൾ കാണിക്കേണ്ടതിനാണ്, ഒരു പ്രോഫറ്റിക്കൽ ആക്ട് കാണിക്കേണ്ടതിനാണ് നാം സ്നാനപ്പെടുന്നത്. പ്രോഫറ്റിക്കൽ ആക്റ്റിൽ വിശ്വസിക്കാത്ത ചിലരൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ചില സാഹചര്യങ്ങളിൽ ശബ്ദമുയർത്തുന്നത് കേട്ടു. അവരതുവഴി പോകട്ടെ. രണ്ടായാലും പ്രോഫറ്റിക്കൽ ആക്റ്റ് ആണ് നമ്മുടെ സ്നാനം. ഞാൻ ക്രിസ്തുവിനോടുകൂടെ മരിച്ചു, ക്രിസ്തുവിനോടുകൂടെ അടക്കപ്പെടുന്നു, ക്രിസ്തുവിനോടുകൂടെ ഉയർക്കുന്നു, ജീവന്റെ പുതുക്കത്തിൽ ക്രിസ്തുവിനോടൊപ്പം നടക്കുന്നു, ഇനി വരുവാനുള്ള പുനരുത്ഥാനത്തിൽ ക്രിസ്തുവിനോടൊപ്പം അനുരൂപനാകും എന്നിത്യാദികൾ പ്രോഫറ്റിക്കലി വിളിച്ചു പറയുന്നതാണ് സ്നാനം എന്ന് പറയുന്നത്. പക്ഷെ എല്ലാവരും ക്രിസ്തുവിനോടുകൂടെ മരിച്ചോ? ഇല്ല. നാം മരണത്തിന് വേണ്ടി താല്പര്യപ്പെടുന്നു, അതിനുവേണ്ടി വെമ്പൽ കൊള്ളുന്നു. എന്തുകൊണ്ടോ ഒരുപാട് കോർണറുകളിൽ നിന്ന് കഴിഞ്ഞ ആഴ്ചയിൽ വന്ന വേറൊരു ചോദ്യമാണ്, നിത്യതയിൽ എത്തുമ്പോൾ, സ്വർഗത്തിലെത്തുമ്പോൾ ചർച്ചുകൾക്കകത്തിരിക്കുന്ന, ബഥേലിനെ കുറിച്ച് അല്ല പറഞ്ഞത്, ബഥേൽ അതിനകത്ത് ഉൾപ്പെടും, ചർച്ചുകളെ കുറിച്ച് മൊത്തത്തിൽ പറഞ്ഞതാണ്. ഇതിനകത്തിരിക്കുന്നതിൽ എത്ര പേർ സ്വർഗത്തിൽ കാണും, നിത്യതയിൽ കാണും? സ്വർഗത്തിൽ അനേക ലെവലുകളിൽ കാണും. ഞാൻ പറഞ്ഞല്ലോ, ശിശുവായിരിക്കുന്നിടത്തോളം അധികാരമില്ലാതെ സ്വർഗത്തിലുണ്ടായിരിക്കും. കർത്താവായ യേശുവിനെ രക്ഷിതാവെന്ന് അംഗീകരിച്ച ഒരു വ്യക്തിക്ക് സ്വർഗത്തിൽ പോകാം. പക്ഷെങ്കിൽ ഒരു മണവാട്ടിയുടെ ലെവലിൽ വരെ ക്രിസ്ത്യാനിത്വത്തിൽ വളരുവാൻ കഴിയാത്ത ഒരു വ്യക്തിക്ക് ക്രിസ്തുവിൻ്റെ മണവാട്ടി എന്ന സ്ഥാനത്ത് എത്തുവാൻ കഴിയുന്നതല്ല. ക്രിസ്തുവിൽ തികഞ്ഞവനായി വരേണ്ടതിന്, തികഞ്ഞവളായി വരേണ്ടതിന് നാം ഉയരേണ്ട ഉയർച്ചയിൽ നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്, ഞാൻ ക്രിസ്തുവിനോടൊരു ഉയർത്തെഴുന്നേറ്റോ? ക്രിസ്തുവിനോട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ, നിങ്ങൾ ആ ഉയരത്തിൽ വരെ വന്നു എങ്കിൽ, അല്ലെങ്കിൽ ആകുവാനാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ, ഈ ലോകത്തിലുള്ളതിനെ കുറിച്ച് ചിന്തിക്കാതെ സ്വർഗത്തിലുള്ളതിനെ കുറിച്ച് ചിന്തിക്കുക. ഈ ലോകത്തിലുള്ളതിനെ കുറിച്ച് ചിന്തിക്കാതെ ഇരിക്കുക എന്ന് പറയുമ്പോൾ പഠിക്കുന്ന കുട്ടികൾ സ്വർഗം സ്വർഗം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുക നല്ലതിൻ്റെ അർത്ഥം, നിങ്ങൾക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ ലോകപ്രകാരം ചെയ്യേണ്ടതുണ്ട്. ബിസിനസ് ചെയ്യുന്നയാൾ ബിസിനസ്സിൽ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. കുടുംബത്തിൽ ജീവിക്കുന്ന ആളുകൾ കുടുംബകാര്യങ്ങൾ നിർവഹിക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞാൽ ആത്മീക ജീവിതത്തിനോ ഭൗതിക ജീവിതത്തിനോ എങ്ങോട്ടെങ്കിലുമൊക്കെ തിരിഞ്ഞ് ചിന്തിക്കേണ്ടതിന് കുറേ സമയങ്ങൾ കിട്ടും. അത് ആത്മീക ജീവിതത്തിനാകട്ടെ, അത് ഉയരത്തിലുള്ളതിനെ കുറിച്ച് ചിന്തിക്കാം. ഒന്ന് ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. താവോട്ട് വായിച്ചാട്ടെ. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരപ്പിപ്പീൻ. ഈ വക നിമിത്തം ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. നിൽക്കട്ടെ, നിങ്ങളുടെ ചിന്ത ഈ ഭൂമിയിലുള്ളതാണെങ്കിൽ ഏതൊക്കെ കാര്യങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നതെന്ന് ഇവിടെ ഒന്ന് എടുത്തു പറഞ്ഞു. ഒന്നുകൂടെ വായിച്ചാട്ട വാക്യങ്ങൾ. ദുർനടപ്പ്, അശുദ്ധി. ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പീൻ. ഈ അവയവങ്ങളാണ് നിങ്ങളെ ചിന്തയിലേക്ക് നയിക്കുന്നതെങ്കിൽ, നിങ്ങളുടെ തോട്ട് പാറ്റേണിൽ നിങ്ങളുടെ എന്തിനെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത്, നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നതെങ്കിൽ ഈ അവയവങ്ങൾ എഴുന്നേറ്റ് ജീവിച്ചു വരും. ആ ജഡീക അവയവങ്ങൾ കാണത്തക്ക അവയവങ്ങളൊന്നും അല്ലത്, കാണത്തക്ക അവയവങ്ങളല്ല. പക്ഷേ നമ്മുടെ അകത്ത് ജഡത്തിലുള്ള ചില അവയവങ്ങളാണ്, ശരീരത്തിലുള്ളതല്ല, ജഡത്തിലുള്ള ചില അവയവങ്ങളാണ്. ഈ അവയവങ്ങൾ ജീവിച്ചു വരികയാണെങ്കിൽ നിങ്ങളുടെ മുഴുജീവനും നഷ്ടപ്പെട്ടു, നിങ്ങൾ മരിക്കും നിശ്ചയം. ഉയരത്തിലുള്ളത് ചിന്തിക്കുന്നുവെങ്കിൽ അങ്ങനൊരു സാഹചര്യം ഉണ്ടാകത്തില്ല. എൻ്റെ താല്പര്യവും ചിന്തയും എപ്പോഴും ദൈവത്തെക്കുറിച്ചാണെങ്കിൽ,
എപ്പോഴും എൻ്റെ താല്പര്യവും എൻ്റെ മെഡിറ്റേഷനും ദൈവത്തെക്കുറിച്ചാണെങ്കിൽ എനിക്ക് ദൈവത്തെക്കുറിച്ച് അറിയുവാനിടയാകും, ദൈവകൃപയിൽ വളരുവാനിടയാകും. ലോകത്തിനെക്കുറിച്ചാണ് എൻ്റെ ചിന്തയെങ്കിൽ ധനം സമ്പാദിക്കുക, അതിമോഹമാണ് എൻ്റെ ചിന്തയെങ്കിൽ, ദ്രവ്യാഗ്രഹമാണ് എൻ്റെ ചിന്തയെങ്കിൽ, അതിമോഹമാണ് ചിന്തയെങ്കിൽ, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ, ജഡത്തിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ വളർത്തി വർദ്ധിപ്പിക്കുവാനുള്ള ഭൗതിക ചിന്തയാണ് നിങ്ങളുടെ നോട്ടമെങ്കിൽ നിങ്ങൾ അതുപോലെ ആയിത്തീരും. നിങ്ങളുടെ ആത്മീകം നഷ്ടപ്പെടും. ചിന്താമണ്ഡലത്തിൽ ലോകത്തിലുള്ളത് വിട്ടുകളഞ്ഞ ശേഷം സ്വർഗത്തിലുള്ളവയെക്കുറിച്ച് ചിന്തിക്കുവാൻ അവിടെ കൊലോസ്യ ലേഖനത്തിൽ ആവശ്യപ്പെട്ടു. തുടർന്ന് റോമാലേഖനം 13:14 കർത്താവായ യേശു ക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുവീൻ, മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. ജഡത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുമ്പോൾ മോഹങ്ങൾ പതുക്കെ തുടങ്ങും. ഞാൻ അതിനകത്ത് ഓരോന്നോരോന്ന് വിശദീകരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. വീട്ടിൽ പരസ്യമായി ഇടുന്നത് എനിക്കിഷ്ടമില്ല. കാരണം മിക്കവാറും എൻ്റെ ഹൃദയത്തിൽ ദൈവം ഇടപെടുന്ന ഒരു ദൈവിക ആലോചന കാണും. ആ ദൈവിക ആലോചനയെ അതിജീവിക്കുന്ന, അതിനേക്കാൾ ഉയരം എനിക്ക് താല്പര്യമുള്ള വേറെ ഒന്നും ഭൂമിയിലില്ല. പാട്ടുകളിൽ പലതും നല്ല പാട്ടുകളാണെങ്കിലും ദൈവം എന്നോട് നേരിട്ട് ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ വേറൊന്ന് കേട്ടിട്ട് യാതൊരു കാര്യവുമില്ല. എൻ്റെ കുഞ്ഞുങ്ങളുമായി ഞാൻ നന്നായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക്, എൻ്റെ സ്നേഹിതരുമായി ഞാൻ നന്നായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അപ്പനും അമ്മയും ജീവനോടുണ്ടായിരുന്ന കാലം അപ്പനോ അമ്മയോ വിളിക്കുകയാണെങ്കിൽ ഞാൻ ബാക്കി എല്ലാവരോടും വരെ 1 മിനിറ്റ് ഒന്നും ഉണ്ടായിരുന്നേ, ഞാൻ വേണ്ടി ഇതൊന്ന് ശ്രദ്ധിച്ചോട്ടെ. കാര്യം അവരുടെ വാക്ക് കേൾക്കുവാൻ ഞാൻ അധികം താല്പര്യപ്പെടുന്നു. ഞാൻ വേറെ ഏതെങ്കിലും ഒരു രാജ്യത്ത് ആളുകളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ ബാംഗ്ലൂരിൽ നിന്ന് സുനിൽ പാസ്റ്ററോ ചിന്നമയോ എന്നെ ആരെങ്കിലും നമുക്കുള്ളവർ വിളിച്ചാൽ ഞാൻ അവരോട് പറയും, 1 മിനിറ്റ് ഒന്ന് ഫ്രീഡം തരണേ, ഞാൻ ഒന്ന് സംസാരിച്ചോട്ടെ ഈ ആളിനോട്. എനിക്ക് ഏറ്റവും താല്പര്യമുള്ള ശബ്ദം ഏതാണ്, ഏത് കേൾക്കാനാണ് എനിക്ക് അധികം താല്പര്യം, അതിനെക്കുറിച്ച് ചിന്തിക്ക്. അവിടെയാണ് മെഡിറ്റേറ്റ് ചെയ്യേണ്ടത്. ഭൂമിയിലുള്ള നമ്മുടെ തോട്ട് പാറ്റേനെ നിയന്ത്രിക്കുന്ന, അല്ലെങ്കിൽ സ്വർഗത്തിൽ പോകത്തില്ലയോ, സ്വർഗത്തിൽ പോകാതിരിക്കുന്ന കാര്യം അല്ലീ പറഞ്ഞത്. പക്ഷെ സ്വർഗത്തിൽ എന്തെങ്കിലും പ്രതിഫലം വേണോ, സ്വർഗത്തിൽ എന്തെങ്കിലും ഒരു ഉന്നതമായ സ്ഥാനം വേണോ, നമ്മുടെ തോട്ട് പാറ്റേൺ ക്രമീകരിച്ചേ പറ്റത്തുള്ളൂ. മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. 1 പത്രോസ് 2-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ, 1 പത്രോസ് 2:11, പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളുമായ നിങ്ങളുടെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്നുകൊള്ളുക. ജഡമോഹങ്ങൾ നിങ്ങളെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കും. ജഡമോഹങ്ങൾ നിങ്ങളെ മോഹങ്ങൾ ജനിക്കുമാറ് ചിന്തിക്കാനായി താല്പര്യപ്പെടുത്തും. പക്ഷേ അതിനായി താല്പര്യപ്പെടരുത്, അതിനായി ഇറങ്ങിത്തിരിക്കരുത്. പകരം ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കുക. ഇനിയും ആത്മീയരായ, പ്രത്യേകിച്ച് എന്നെപ്പോലെ ശുശ്രൂഷയുടെ അവർ വക്കത്തെങ്കിലും എത്തിയവരോട് ഞാനൊന്ന് ഓർപ്പിക്കട്ടെ. റോമലേഖനം 12:3 ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരാതെ. ചർച്ചിനകത്ത് കുറച്ച് ആളുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാനാണ് ഈ ഭൂമിയിലെ ഒന്നാമൻ എന്ന് ചിന്തിക്കാൻ ഒരിക്കലും മെനക്കെടാതെ ഇന്നുവരെയും വളർച്ചയുടെ പാതയിൽ കർത്താവ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രധാന കാരണം അതാണ്. ഇനിയും വളരണം കർത്താവേ, ഞാൻ ഒന്നും ആയില്ല എന്ന തോന്നലുകൊണ്ടാണ്. മറ്റൊരാളിനെ കുറിച്ച് നല്ല കാര്യങ്ങൾ പറയുന്നത് നല്ലതാണല്ലോ. പശുവിയത്തമ്പിയെ കുറിച്ച് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മളൊന്ന് ചിന്തിച്ചു. അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങൾ നമ്മൾ എടുത്തു. കാരണം അദ്ദേഹത്തിൻ്റെ മരണത്തെ തുടർന്ന് പല പാസ്റ്റർമാരും ഇരുന്ന സഭകളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അങ്ങനെ അവിടെ ഇരുന്ന കാലത്ത് അതിൻ്റെ ഓടെല്ലാം പൊട്ടി, സഭയെല്ലാം ചോർന്ന് ഒലിച്ചു. ഒന്ന് റിപ്പയർ ചെയ്യാൻ ഞങ്ങളെ കൊണ്ട് ഒക്കാതെ പോയി. പുള്ളിയെ കൊണ്ട് അത്രേ സാധിച്ചുള്ളൂ. വേറെ ചിലർ ഇരുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവൻ അവിടെ ഇരുന്ന കാലം കൊണ്ട് സഭയുടെ അംഗസംഖ്യ പകുതിയായി കുറഞ്ഞു. ആത്മീയമെന്നൊന്ന് കാണാനില്ലാതെയായി. ചുരുക്കം ചിലരെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, ഇന്നാരിവിടെ ഇരുന്ന കാലം സഭയ്ക്ക് കടമാഞ്ചാണകം തെളിച്ചു എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ആരുമില്ലാതെ ശൂന്യമായി മാറി. പ്രവർത്തിക്കുന്നവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാൻ അവിടെ ഇരുന്ന കാലം ചർച്ചിനൊരു പാഴ്സനേജ് പണിതു. വേറെ ചിലർ പറയാറുണ്ട്, ഞാൻ അവിടെ ഇരുന്ന കാലം ചർച്ചിൻ്റെ ഓഡിറ്റോറിയം അല്ലെങ്കിൽ ഹാള് 4 അടി അല്ലെങ്കിൽ 10 അടി നീട്ടിപ്പണിതു, അല്പം കൂടെ വലുതായി. ചർച്ചിനകത്ത് 10 പേർ സ്നാനപ്പെട്ടു. വിയത്തമ്പിയെ തിരിഞ്ഞു നോക്കിയേച്ച് പറയാം, 3500ഓളം പുതിയ സഭകൾ രൂപീകരിക്കുകയും 4500ഓളം സഭകൾ കൊണ്ടു നടക്കുകയും ചെയ്തു. നമുക്കതൊന്നും ക്ലെയിം ചെയ്യാനായിട്ടില്ല. അതുകൊണ്ട് കർത്താവേ, ഈ ലോകത്തിലുള്ളത് ചിന്തിച്ച് താഴാതെ, ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരാതെ, ദൈവം പങ്കിട്ട് തന്നതിനൊത്തവണ്ണം
അവനവന് ലഭിച്ച അളവിനൊത്തവണ്ണം ചിന്തിക്കുവാൻ ദൈവകരങ്ങളിലേക്കൊന്ന് ഏൽപ്പിക്കപ്പെടാമോ? ലോകത്തിനു വേണ്ടി ചിന്തിക്കാതെ ദൈവത്തിന് വേണ്ടി ചിന്തിക്കുവാൻ, ജഡീക വിഷയങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ സ്വർഗീയ കാര്യങ്ങൾ ചിന്തിക്കുവാൻ, അതേസമയത്ത് ദൈവം തന്നത് ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരാതെ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് പ്രാപിക്കേണ്ടതിന് നമുക്ക് ദൈവകരങ്ങളിൽ ഒന്നേൽപ്പിക്കാം. തോട്ട് മണ്ഡലം, ചിന്താമണ്ഡലത്തെക്കുറിച്ചാണ് പറയുന്നത്. റോമാലേഖനം 7:21-23 എങ്കിലും എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എൻ്റെ അവയവങ്ങളിൽ കാണുന്നുണ്ട്. എൻ്റെ ബുദ്ധിയിൽ ഇല്ലാത്ത വേറൊരു പ്രമാണം എനിക്കുണ്ട്. ആ പ്രമാണമാണ് ആ അവയവങ്ങളെ വളർത്തേണ്ടതിന് ചിന്തിക്കുവാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്. നോ, ഞാൻ ആ ചിന്തകളെ ഒഴിവാക്കും. ഇന്ന് ചിന്താമണ്ഡലങ്ങളെ നിയന്ത്രിക്കുന്നവർക്കായി ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കുകയാണ്. ബ്രദർ സെബി, നമ്മുടെ വർഷിപ്പ് ലീഡിങ്ങിൽ ഇവിടെ ഉണ്ടായിരുന്ന വർഷിപ്പ് ടീമിലെ ഒരു ലീഡറായിരുന്ന ബ്രദർ സെബി ഒരിക്കൽ പറഞ്ഞൊരു പദം എൻ്റെ ഓർമ്മയിലുണ്ട്. ഒരു പ്രബോധനത്തിന് എഴുന്നേറ്റ സമയം, പലപ്പോഴും ചെറുപ്പക്കാർ ഇറങ്ങി നടക്കുമ്പോൾ പുല്ല് കണ്ട പശു ഒരു നിയന്ത്രണമില്ലാതെ പുൽപ്രദേശങ്ങളിൽ നോക്കുന്നത് പോലെയാണ് പലരുടെയും കണ്ണിനോടൊരു നിയമമില്ലാതെ കണ്ണ് വേണ്ടാത്തതിലെ ഓടി നടക്കുന്നത്. ഞാൻ ചേർത്ത് പറയാം, ചെവിയും അപ്രകാരമൊക്കെ തന്നെയാണ്. എൻ്റെ ചിന്താമണ്ഡലങ്ങളെ നിയന്ത്രിക്കേണ്ടതിന്, പിന്നെ അതുതന്നെയായിരിക്കും ചിന്ത, എൻ്റെ ചിന്താമണ്ഡലങ്ങളെ നിയന്ത്രിക്കേണ്ടതിന് എൻ്റെ ബുദ്ധിയോട് പോരാടുന്ന ഒരു പാപത്തിൻ്റെ പ്രമാണം എൻ്റെ ജഡത്തിലുണ്ട്. അതിനെ മരിപ്പിക്കണമെങ്കിൽ എൻ്റെ ചിന്താമണ്ഡലങ്ങളെ നിയന്ത്രിച്ചേ മതിയാകും. എനിക്ക് തോന്നുന്ന ഒരു ഏരിയ വളരെ ക്ലിയർ ആയിട്ട് അങ്ങ് പോകേണ്ടതിനാണ്. ഒരുപാട് ചോദ്യങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ ഉയർന്നു വന്ന പല രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ വിളിച്ചു ചോദിച്ചതിൻ്റെ ഭാഗങ്ങളാണിത്. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 16-18 വരെയുള്ള വാക്യങ്ങളിൽ ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിർവഹിക്കയില്ല എന്ന് ഞാൻ പറയുന്നു. ആത്മാവിനെ അനുസരിച്ച് നടന്നാൽ, ചിന്ത ആത്മാവിൻ്റെ വിഷയമാണ്. അപ്പോൾ ആത്മാവ് ഇടപെടാൻ തുടങ്ങും. ആത്മാവ് നമ്മോട് സംസാരിക്കണമെങ്കിൽ ആത്മീയ കാര്യം ചിന്തിച്ചേ മതിയാകുള്ളൂ. ഈ ഭൂമിയിലുള്ളത് ചിന്തിക്കാതെ ഉയരത്തിലുള്ളത് ചിന്തിച്ചു തുടങ്ങുമ്പോൾ, ഞാൻ ആവർത്തിച്ച് പറയാം, ബിസിനസ് ചെയ്യുന്നവർ ബിസിനസ് കാര്യം ചിന്തിച്ചേ പറ്റൂ, കുടുംബം നടത്തുന്നവർ കുടുംബകാര്യങ്ങൾ ചിന്തിച്ചേ പറ്റൂ, മക്കളെ വളർത്തുന്നവർ മക്കളുടെ കാര്യം ചിന്തിച്ചേ പറ്റൂ. പക്ഷെ അതിനപ്പുറത്ത് നമുക്ക് ധാരാളം സമയം ദൈവം തന്നിട്ടുണ്ട്. നമുക്ക് മിച്ചം വരുന്ന സമയം, അത്യാവശ്യ കാര്യങ്ങൾ കഴിഞ്ഞാൽ മിച്ചം വരുന്ന സമയം സ്വർഗത്തിലുള്ളത് ചിന്തിപ്പാൻ, ഉയരത്തിലുള്ളത് ചിന്തിപ്പാൻ. കണ്ടീഷൻ, നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റവരാണെങ്കിൽ, അല്ലാത്തവരെ കൊണ്ട് ഇതൊക്കത്തില്ല. ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റവരാണെങ്കിൽ നിങ്ങൾക്കിത് കഴിയാം. എങ്കിൽ ആത്മാവ് നമ്മോട് സംസാരിക്കും, ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിർവഹിക്കയില്ല. ജഡാഭിലാഷം ആത്മാവിനും, ഇതെല്ലാവരും കാണാൻ പഠിച്ചാൽ കൊള്ളാവുന്ന വാക്യമാണ്. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 16-18 വരെയുള്ള വാക്യങ്ങൾ കഴിയുമെങ്കിൽ എല്ലാവരും കാണാതെ പഠിച്ചാൽ കൊള്ളാവുന്ന വാക്യമാണ്. സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾ പ്രത്യേകിച്ചും വളരെ ഗൗരവമായി കാണാതെ പഠിച്ചാൽ കൊള്ളാവുന്ന വാക്യങ്ങളാണ്. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. നമ്മുടെ അഭിലാഷങ്ങൾ എന്താണ്? നമ്മുടെ അഭിലാഷങ്ങൾ എന്താണ്? ഞാൻ പല സമയത്തും കർത്താവിൻ്റെ ദാസന്മാരെ ദൈവം ശക്തമായി ഉപയോഗിച്ച പലരെയും എടുത്തുകൊണ്ട്, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഏത് ബലഹീനത കൊണ്ടാണ് അവരിൽ ഒരാളിനെ പോലെ വളരാൻ കഴിയാഞ്ഞത് എന്ന് പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് എനിക്ക് തന്നിട്ടുള്ള ചില മറുപടിയുണ്ട്. വ്യത്യസ്ത വ്യക്തികളെ വ്യത്യസ്ത തലങ്ങളിലേക്ക് വിളിച്ചു, വ്യത്യസ്ത വിളികളാൽ അവർ വിളിക്കപ്പെട്ടു. തമ്പിച്ചായനെ ആയിരക്കണക്കിന് സഭകളുടെ രൂപീകരണത്തിനാണ് വിളിച്ചതെങ്കിൽ ആയിരക്കണക്കിന് അഭിഷക്തന്മാരെ എഴുന്നേൽപ്പിക്കുവാനാണ് നിന്നെ വിളിച്ചത്. ഇത് രണ്ടും രണ്ട് വിളിയാ. ജഡ അഭിലാഷം എന്നതിനെക്കുറിച്ചും ജഡത്തിൽ പോരാടുന്ന കർമ്മങ്ങളെക്കുറിച്ചും ജഡാഭിലാഷം ആത്മാവിന് വിരോധമാണെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ചിലത് പറയാനായി താല്പര്യപ്പെടുകയാണ്. വാര്യപുരം യോഹന്നാച്ചായൻ എന്ന കർത്താവിൻ്റെ ദാസനാണ് കേരളത്തിൽ ഇന്നറിയപ്പെടുന്ന പ്രവാചകന്മാരുടെ മുൻപന്തിയിൽ നിന്നയാളും പ്രവചന മണ്ഡലത്തിൻ്റെ വഴി കേരളത്തിന് വേണ്ടി വെട്ടിത്തുറന്നതും. മലയാളം കമ്മ്യൂണിറ്റിക്ക് വേണ്ടി കേരളത്തിൻ്റെ മണ്ണിൽ പ്രവാചകന്മാരുടെ ഗണത്തിൽ ആ വഴി വെട്ടിത്തുറന്നതിൽ പ്രധാനപ്പെട്ട ഒരാൾ, അച്ഛൻ ഒറ്റയ്ക്കെന്നൊന്നും എനിക്ക് അറിയത്തില്ല, അതിൽ പ്രധാനപ്പെട്ട ഒരാൾ ഉണ്ടായിരുന്നു. കൂടൽ കുഞ്ഞുച്ചായൻ ഉണ്ടായിരുന്നു. അവരൊക്കെ കൂട്ടത്തിലുണ്ട്. അവരുടെയൊക്കെ ജീവിതത്തിലുള്ള ചില തീരുമാനങ്ങൾ വാര്യപുരം യോഹന്നാച്ചായനും കൂടൽ കുഞ്ഞുച്ചായനും രണ്ടുപേർക്കും ഉണ്ടായിരുന്ന പ്രമാണങ്ങളിൽ ഒന്നാണ്, ഇന്ത്യക്ക് വെളിയിൽ യാത്ര ചെയ്യത്തില്ല. ജീവിതത്തിൻ്റെ അന്ത്യത്തോടടുത്തതോടുകൂടെ എനിക്കൊന്ന് കൂടൽ കുഞ്ഞുച്ചായൻ അവിടുന്ന് മാറി. വാര്യപുരം യോഹന്നാച്ചായൻ മരണം വരെയും അതിൽ പിടിച്ചു നിന്നു. ഇന്ത്യക്ക് വെളിയിൽ യാത്ര ചെയ്യത്തില്ല.
പണം കൂടിപ്പോയാൽ അവരുടെ പ്രശ്നം അതാ. പണം കൂടിപ്പോയാൽ ദൈവത്തോടുള്ള ഭക്തി വിട്ടുപോയെങ്കിലോ അതുകൊണ്ട് ഇന്ത്യക്ക് വെളിയിൽ യാത്ര ചെയ്യത്തില്ല, ഇന്ത്യക്കകത്തുള്ള യാത്രയേ ഉള്ളൂ. യോനച്ചന് തേച്ചെടുത്ത ഷർട്ടും മുണ്ടും ഇഷ്ടമല്ലായിരുന്നു. അവരുടെ ഷർട്ട് ആരെങ്കിലും തേച്ചു കൊടുത്താൽ അദ്ദേഹം ഒന്ന് ഉടച്ചേച്ച ഇടത്തുള്ളായിരുന്നു. കാര്യം ജഡാഭിലാഷത്തിൻ്റെ ഭാഗമാണെന്നൊരു തോന്നൽ. അത് എന്നെ ഓവർ പവർ ചെയ്യുന്നില്ല, എനിക്ക് അത്രയും നന്നായി അറിയാം. എന്നെ ഓവർ പവർ ചെയ്യുന്നതായി എന്തെങ്കിലും വന്നാൽ ഞാൻ ഉപയോഗിക്കാറില്ല. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും. എന്നെ വിളിച്ച വിളിക്കൊത്തവണ്ണം, ഐ റിപ്പീറ്റ്, എന്നെ വിളിച്ച വിളിക്കൊത്തവണ്ണം എൻ്റെ ജഡാഭിലാഷത്തെ നിയന്ത്രിക്കുവാൻ എനിക്ക് കഴിഞ്ഞാൽ എൻ്റെ വിളിയിൽ ഞാൻ വിശ്വസ്തനായിരിക്കും. ഈ ജഡാഭിലാഷത്തിന് വേണ്ടി എന്നെ നടത്തുന്നത് ജഡത്തിൻ്റെ ചിന്തകളാണ്. അതുകൊണ്ട് എൻ്റെ നിയന്ത്രണത്തിൽ പറഞ്ഞു, തോട്ട് പാറ്റേണിൽ ജഡത്തിന് വേണ്ടി ചിന്തിക്കരുത്, ഉയരത്തിലുള്ളത് ചിന്തിക്കുക. ഫിലിപ്പ് ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 17 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ സഹോദരന്മാരെ ആ വാക്യം ഒന്ന് വായിക്കാമോ ദയവായി? ഫിലിപ്പ് ലേഖനം 3-ാം അധ്യായം 17 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. സഹോദരന്മാരെ, നിങ്ങൾ എല്ലാവരും എന്നെ അനുകരിപ്പീൻ എന്ന് പറഞ്ഞ തുടങ്ങുന്നത്. സഹോദരന്മാരെ, നിങ്ങൾ എല്ലാവരും എന്നെ അനുകരിപ്പീൻ. ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ച മാതൃക പ്രകാരം നടക്കുന്നവരെയും കുറിക്കൊള്ളുവേൻ. ഒന്ന് നിൽക്കട്ടെ, ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തന്ന മാതൃക പ്രകാരം നടക്കുന്ന ചിലരുണ്ട്. ഞാൻ ക്രിസ്തുവിൻ്റെ അനുയായി ആയിരിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ അനുകാരികളാകണമെന്ന് വിശുദ്ധ പൗലോസ് പറയുന്ന ഒരു രംഗം കാണാം. ലോകത്തിലുള്ള ഒരുപാട് ഉപദേശിമാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, എന്നെ മാതൃകയാക്കരുത്, ഞാൻ നിങ്ങളെപ്പോലെ ബലഹീനന്. എന്നാൽ പിന്നീട് തറയിലിരുന്നപ്പോലെ എന്തിനാ ഈ സ്റ്റേജ് കയറി നിൽക്കുന്നത്? നിങ്ങൾ എന്നെ മാതൃകയാക്കരുത്, ഞാൻ നിങ്ങളെപ്പോലെ ഒരാളാ. ഞാൻ ഐ റിപ്പീറ്റ് ക്വസ്റ്റ്യൻ അഗെയിൻ. അങ്ങനെയാണ് പിന്നെ എന്തിനീ സ്റ്റേജിൽ കയറുന്നത്? എല്ലാവരും ഇരിക്കുന്നവർ ഇരുന്ന പോരെ? പൗലോസ് പറയുന്നത് അതല്ല, എന്നെ വിളിച്ചിരിക്കുന്നത് ഒരു അപ്പസ്തോലിക ശുശ്രൂഷയ്ക്ക് വേണ്ടിയാ, നിങ്ങൾക്ക് മാതൃക കാണിക്കേണ്ടതിനാണ്. ഒരു നല്ലവനായി ജീവിക്കുക എന്നതല്ല, നല്ലവർക്ക് മാതൃകയാകുവാനാണ് ദൈവം നമ്മെ വിളിച്ചത് എന്ന കാഴ്ചപ്പാടോടുകൂടെ ജീവിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതേ കാരണത്താൽ പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, തെളിയിക്കപ്പെടാവുന്ന ഒരു തകരാറ്, തെളിയിക്കപ്പെടാവുന്ന ഒരു കറുത്ത മാർക്ക് എൻ്റെ വ്യക്തി ജീവിതത്തിൽ കാണിച്ചു തരുവാൻ ലൂസിഫർ ഉൾപ്പെടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ കറക്റ്റ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന്. ഐ വാണ്ട് ടു റിപ്പീറ്റ് അഗെയിൻ. നമ്മുടെ നല്ല സാക്ഷ്യത്തെ ചലഞ്ച് ചെയ്യുന്ന ഒരു പൈശാചിക വ്യാപാരമുണ്ട്, അവർ ഒരുപാട് ഏജന്റുമാരും ഉണ്ട്. തെളിയിക്കപ്പെടാവുന്ന ഏതെങ്കിലും ഒരു കാരണം, അതിൻ്റെ അർത്ഥം ഞാൻ പൂർണ്ണനാണെന്നല്ല. പൗലോസ് പറയുന്ന പോലെ ലോകത്തിൻ്റെ കോടതിയിൽ തെളിയിക്കപ്പെടുവാൻ കഴിയാത്ത പലതും ദൈവിക കോടതിയിൽ തെളിഞ്ഞെന്ന് വരാം. അതുകൊണ്ട് ഞാൻ ഒരിക്കലും പൂർണ്ണനെന്നല്ല ഞാൻ പറഞ്ഞത്. എന്നാൽ മനുഷ്യന്റെ മുമ്പിൽ മാനുഷിക നീതിയിൽ തെളിയിക്കപ്പെടാവുന്ന ഒരു കുറ്റസംഗതി തെളിയിക്കുവാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യാം. പൗലോസ് അപ്പോസ്തലന്റെ വാചകം ഞാൻ നിങ്ങൾക്ക് മാതൃകയാണ്. വേദപുസ്തകം ഉടനീളം എടുത്തു പഠിച്ചാൽ മോശയ്ക്ക് പർവ്വതമുകളിൽ വെച്ച് കർത്താവ് കൽപ്പനകൾ കൊടുക്കുമ്പോൾ ഒരു കൂട്ടം ദൂതന്മാർ അതിനെ പ്രാക്ടീസ് ചെയ്ത് കാണിച്ചു. സമാഗമന കൂടാരം പണിയേണ്ടത് എങ്ങനെയാണ് അതിനകത്തെ ഉപകരണങ്ങൾ ഉണ്ടാക്കേണ്ടത് മോശയ്ക്ക് ദൃഷ്ടാന്തമായി കാണിച്ചു കൊടുത്തു. പർവ്വതത്തിൽ കാണിച്ച മാതൃക പ്രകാരമൊക്കെയും തന്നെ ഉണ്ടാക്കുവാൻ ആവശ്യപ്പെട്ടു. വിശുദ്ധ പൗലോസിനെ 3-ാം സ്വർഗത്തിൽ കൊണ്ടുവന്നു സ്വർഗീയ കാര്യങ്ങൾ കാണിച്ചു കൊടുത്തു. തൻ കണ്ട മാതൃകയ്ക്ക് ഒത്തവണ്ണം ഭൂമിയിൽ വന്ന് തൻ നടന്നു. തൻ്റെ സഭയോട് പറഞ്ഞു, ഞങ്ങൾ കാണിച്ചൊരു മാതൃകയുണ്ട്. അങ്ങനെയാണെങ്കിൽ സഭയ്ക്ക് അതിൻ്റെ നടപ്പിൻ്റെ മാനദണ്ഡമുണ്ട്, സഭയ്ക്ക് അതിൻ്റെ നടപ്പിൻ്റെതായ ക്രമങ്ങളുണ്ട്, അവരുടെ ക്രമങ്ങളുണ്ട്. വായിച്ചാട്ട് ബ്രദറേ. സഹോദരന്മാരെ, നിങ്ങൾ എല്ലാവരും എന്നെ അനുകരിപ്പീൻ. ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ച മാതൃക പ്രകാരം നടക്കുന്നവരെയും കുറിക്കൊള്ളുവേൻ. ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞതുപോലെ അനേകർ ക്രിസ്തുവിൻ്റെ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നുവെന്ന് ഇപ്പോൾ കരഞ്ഞുകൊണ്ട് പറയുന്നു. എൻ്റെ മാതൃകയ്ക്ക് വിരോധമായി നടക്കുന്ന പലതിനെ കാണാം. പൗലോസ് അവരെ കുറിച്ച് പറയുകയാണ്. ഞാൻ എവിടുന്നാ തുടങ്ങിയത്? പ്രിസെപ്റ്റ്സ്, തോട്ട് പാറ്റേൺ, ചിന്താമണ്ഡലം തെറ്റിത്തുടങ്ങിയാൽ അതിനെ തുടർന്ന് പ്രവർത്തികൾ തെറ്റും. ജഡാഭിലാഷം നിർവഹിക്കാൻ തുടങ്ങും. ഇത് കണ്ടുകൊണ്ട് പൗലോസ് പറയുകയാണ്, ചിലർ ക്രിസ്തുവിൻ്റെ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നുവെന്ന് ഞാൻ കരഞ്ഞും കൊണ്ട് നിങ്ങളോട് വീണ്ടും പറയുന്നു. എന്തൊക്കെയാ കാരണം? വായിച്ചാട്ടെ. അവരുടെ അവസാനം നാശം, അവരുടെ ദൈവം വയറ്. ഒന്ന്, അവരുടെ ദൈവം വയറ്. ഈ പദപ്രയോഗം ഞാൻ അധിക പ്രാവശ്യങ്ങൾ ഇവിടെ ഈ ചർച്ചിനകത്ത് ഉപയോഗിച്ചിട്ടില്ല. പക്ഷെങ്കിൽ നമ്മുടെ ചർച്ചിൻ്റെ ആരംഭകാലം ഗംഗാനഗറിലായിരുന്ന കാലം ഞാനിത് കൂടെ പറയുമായിരുന്നു.
ഒരു ദിവസം 4 മണിക്ക് അല്ലെങ്കിൽ 5 മണിക്ക് ഞങ്ങൾ ഓഫീസ് വിട്ട് പോകാൻ നേരത്ത് ഡയറക്ടർ വിളിച്ചേച്ച് പറഞ്ഞെന്നിരിക്കട്ടെ, ഇന്ന് 1 മണിക്കൂർ എക്സ്ട്രാ ജോലി ചെയ്ത് വെച്ചേ പോകാവൂ, അല്ലെങ്കിൽ നാളെ വരുമ്പോൾ 1 hour ഏർലി വന്നിരിക്കണം. ഞങ്ങളത് ജോളി വെൽ ഒബേ, അനുസരിച്ചേ പറ്റൂ. കാര്യം വയറിൻ്റെ വിഷയമാണ്. പക്ഷെ ഇന്ന് സഭായോഗത്തിന് അനൗൺസ് ചെയ്തു വരുന്ന ആഴ്ചയിൽ 7:45 ആരാധനയെന്ന്. എത്ര പേര് അനുസരിക്കും? അനുസരിക്കത്തില്ല. കാരണം അവരുടെ ദൈവം വയറാണ്. ഡയറക്ടർ പറഞ്ഞാൽ ഓഫീസിലെ കാര്യമേ ചെയ്യത്തുള്ളൂ. അവരുടെ ദൈവം വയറ്. ഞാൻ ഇവിടെ ആരെങ്കിലും മനഃപൂർവ്വമായി താമസിച്ചു വരുന്നു എന്നല്ല ഞാൻ പറഞ്ഞത്. ഈ ധൃതി പിടിച്ച പട്ടണത്തിൽ വന്നു ചേരുന്നത് ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം. സമയത്തിനെത്തുന്നത് വളരെ പ്രയാസമാണെന്ന് എനിക്കറിയാം. ആ കൺസിഡറേഷൻ മുഴുവനും വെച്ചുകൊണ്ട് പക്ഷെ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്, അതെ, നമ്മൾ സമയത്തിന് എത്തിയിരിക്കണം. അവരുടെ ദൈവം വയറ്. അവർക്ക് ദൈവകാര്യങ്ങളെക്കാൾ കൂടുതൽ വയറിന്റെ കാര്യത്തിലാണ് നോട്ടം. പിന്നെ ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു. ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു. ഈ പറയാനൊക്കെ പ്രയാസമാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എറിയുന്നവന്റെ കയ്യിൽ കല്ല് കൊടുക്കണമെന്നൊരു പ്രമാണമുണ്ട്. അതുകൊണ്ടായിരിക്കും എന്നെ കർത്താവ് തമ്പുരാൻ ഇതുപോലൊക്കെ ഉള്ളത് കാണിക്കുന്നത്. ഞാൻ കൂടുതൽ പോകുന്നില്ല. ചിലരുടെ വസ്ത്രധാരണ രീതികളൊക്കെ കണ്ടാൽ മുന്നോട്ട് വന്ന വരെ പുറകോട്ട് തിരിച്ചു വെച്ച് അങ്ങ് പോയാൽ മതി എന്ന് തോന്നും. കാനവച്ചൻ പണ്ടൊരിക്കൽ പറഞ്ഞു, ബോംബെ പട്ടണത്തിൽ ആർക്കോ ചിലർക്ക് ഫാഷൻ വളരെ കൂടുതലായിട്ട് നഗ്നത മറയ്ക്കാൻ വസ്ത്രം ഉപയോഗിക്കുന്നതിന് പകരം പെയിൻ്റ് അടിച്ചുകൊണ്ട് ഇറങ്ങിയെന്ന്. പറഞ്ഞിരിക്കേണ്ട ഭാഗങ്ങൾ വസ്ത്രം കൊണ്ട് മറയ്ക്കുന്നതിന് പകരം പെയിൻ്റ് അടിച്ചു. അതിനെ തുടർന്ന് അവിടുത്തെ പോലീസ് ഓഫീസേഴ്സ് പറഞ്ഞു, ഇനി നഗ്നരായി കാണുന്ന പെൺപിള്ളേരെ പെയിൻ്റ് അടിച്ചു വിടണമെന്ന്. അങ്ങനെ പെയിൻ്റ് അടിച്ചത്. ഇതൊന്നും അധികം ദിവസങ്ങൾ നിൽക്കുന്നതല്ല, മണിക്കൂറുകൾ കൊണ്ട് നിയമങ്ങൾ മാറും. ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നും. പിന്നെ അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. അവർ ഇതിൻ്റെ റീസൺ ചിന്ത ഭൂമിയിലുള്ളത്. നമ്മുടെ തുടക്കം അവിടെ ആണല്ലോ, ഉയരത്തിലുള്ളത് ചിന്തിക്കുക, ഭൂമിയിലുള്ളത് ചിന്തിക്കരുത്. ഇതിൻ്റെ റീസൺ ചിന്ത ഭൂമിയിലുള്ളതാണ്. പിന്നെ നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകും. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൽ വീണ്ടും 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കണ്ട കാര്യങ്ങൾ മറക്കണ്ട. ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായി അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പീൻ. ഇത് ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയാണ്. നമ്മുടെ തോട്ട് പാറ്റിനെ കുറിച്ചാണ് ഞാൻ ഗൗരവമായി എടുത്തുകൊണ്ടിരുന്നത്. നമ്മുടെ ചിന്താമണ്ഡലം എങ്ങനെയാണ്? വിശുദ്ധിയിൽ ജീവിക്കണമെങ്കിൽ എന്തു വേണം? ഈ മാനദണ്ഡത്തിൽ ചിന്തിച്ചു തുടങ്ങണം. സഡൻ ചേഞ്ച് കാണാം. നമ്മുടെ ജീവിതം ആകെ മാറുന്നത് കാണാം. ഇനിയും മറുസൈഡിലേക്ക് തിരിയാൻ പോകാം. എനിക്ക് കിട്ടിയ ചോദ്യങ്ങളിൽ ഒരു വിഭാഗം ഇതാണെങ്കിൽ, മറുസൈഡിൽ കൃപയും ഗ്രേസ് ആൻഡ് ലോ, ന്യായപ്രമാണവും കൃപയും എന്നതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. കൃപായുഗത്തിൽ ന്യായപ്രമാണത്തിൻ്റെ സ്ഥാനമെന്നതാണ് സത്യമായി ഞാൻ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. മറുവശത്തോട്ട് ഞാൻ തിരിയുകയാണ്. കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 20 മുതലുള്ള വാക്യങ്ങളിൽ ന്യായപ്രമാണം ഏറെക്കുറെ നീങ്ങിപ്പോയി എന്ന് തോന്നുമാറ് തൊടരുത്, രുചിക്കരുത്, ചെയ്യരുത് എന്നിങ്ങനെയുള്ള കൽപ്പനകൾ നീങ്ങിപ്പോയതായി തോന്നാം. അത് നമുക്ക് ആ ഭാഗം ഒന്ന് വായിക്കാം. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 20-ഉം 21-ഉം വാക്യങ്ങൾ ദയവായി വായിച്ചാട്ടെ. നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾ സംബന്ധിച്ച് മരിച്ചുവെങ്കിൽ ലോകത്തിൽ ജീവിക്കുന്നവരെ പോലെ മാനുഷ്യ കൽപ്പനകൾക്കും ഉപദേശങ്ങൾക്കും അനുസരണമായി പിടിക്കരുത്, രുചിക്കരുത്, തൊടരുത് എന്നുള്ള ചട്ടങ്ങൾക്ക് കീഴ്പ്പെടുന്നത് എന്ത്? ഇതെല്ലാം ഉപയോഗത്താൽ നശിച്ചു പോകുന്നതത്രേ. ഇവിടെ പറയുമ്പോൾ ന്യായപ്രമാണത്തിൻ്റെ പ്രവർത്തികൾ വേണ്ടെന്നാണല്ലോ പറയുന്നത്. ആരംഭ പദം ഒന്നുകൂടെ ഒന്ന് വായിച്ചാട്ടെ. അതൊന്ന് തുടങ്ങി 20-ാം വാക്യം ഒന്നുകൂടെ വായിച്ചാട്ടെ. നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾ സംബന്ധിച്ച് മരിച്ചുവെങ്കിൽ. നിൽക്കട്ടെ, കണ്ടീഷൻ അതാ. എത്ര പേർ ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾക്ക് ക്രിസ്തുവിനോടൊത്ത് മരിച്ചു എന്നറിയണ്ടേ? ഈ ആരോ ഒരാൾ, ഞാൻ പേര് ഓർക്കുന്നുണ്ട്, ഇന്ന് ഞാൻ പേര് വിളിച്ചു പറഞ്ഞേച്ച് നാളെ അങ്ങേര് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞാൽ മെമ്മറിക്ക് ബുദ്ധിമുട്ടിലാകും. അതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ലെന്നേ ഉള്ളൂ. ഞാൻ ആളിനെ ഓർക്കുന്നുണ്ട്. ഒരിക്കൽ പ്രസംഗിച്ച കൂട്ടത്തിൽ പറഞ്ഞു, മനുഷ്യൻ കർത്താവായി യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്നതിനെ തുടർന്ന് പഴയ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞു. നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ മരിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ പഴയ മനുഷ്യൻ ചത്തു. ഇനി ജീവിക്കുന്നത് ക്രിസ്തുവാണ്.
പുതിയ മനുഷ്യനില്ല എന്ന് പറയുന്ന ഒരു വിഭാഗത്തിലെ വളരെ സ്ട്രോങ് ആയി അത് ആർഗ്യൂ ചെയ്യുന്ന ഒരു പുള്ളിക്കാരൻ ഒരിക്കൽ ഏതോ ഒരു പൈപ്പ് ഉപകരണം മ്യൂസിക്കിന് വേണ്ടി വായിക്കാൻ ഒരുങ്ങി. ക്ലാരനെറ്റാണെന്ന് തോന്നുന്നു. വായിക്കാനായിട്ട് ഒരുങ്ങി. അദ്ദേഹത്തോട് പറഞ്ഞു, നിന്റെ പഴയ മനുഷ്യൻ ചത്തിട്ടില്ല, അത് കംപ്ലീറ്റ് ജീവനോടുണ്ട്. നമ്മൾ മരിച്ചവരെന്ന് നമ്മെ തന്നെ എണ്ണി നമ്മുടെ ജഡത്തിൻ്റെ പ്രവർത്തികളെ മരിപ്പിച്ച് ജീവിക്കുന്നത് കൊണ്ട് ക്രിസ്തുവിനോട് അനുരൂപകാൻ ശ്രമിക്കുക. അയാൾ പറഞ്ഞു, അല്ല, ഞാൻ കംപ്ലീറ്റ്ലി മിടുക്കനായി. ഇവൻ ക്ലാർനെറ്റ് വായിക്കാൻ കയ്യിലോട്ട് എടുത്തപ്പോൾ ആ പറഞ്ഞ ഉപദേശി പറഞ്ഞു, പുള്ളിക്കാരന് ഒരല്പം വാളംപുളി എടുത്ത് വായിലിട്ട് ഇവൻ്റെ മുന്നിൽ നിന്നത് വയ്യ ഈമ്പാൻ തുടങ്ങി. മിനിറ്റുകൾ കൊണ്ട് ഇവൻ്റെ ക്ലാർനെറ്റ് തുപ്പൽ കൊണ്ട് നിറഞ്ഞു. കാര്യം പഴയ മനുഷ്യൻ ചത്തിട്ടില്ല. അവൻ്റെ വായിൽ നിന്ന് തുപ്പൽ വരാൻ തുടങ്ങി, ഉമിനീര് വരാൻ തുടങ്ങി. ഒടുവിൽ ഇവനെ ചീത്ത പറഞ്ഞടാ, ഇത് ഇവിടെ നിന്ന് കാണിക്കരുത്. എടാ, നിന്റെ പഴയ മനുഷ്യൻ ചത്തതല്ലേ? ഇല്ല, ആരുടെയും പഴയ മനുഷ്യൻ ചത്തില്ല. പക്ഷെ നാം ആ സ്റ്റാൻഡേർഡിലേക്ക് വളരേണ്ടവരാ. മനസ്സിലാകുന്നുണ്ടോ? ന്യായപ്രമാണം അനുസരിക്കാൻ പാടില്ല, ന്യായപ്രമാണം അല്ല നമ്മെ നടത്തുന്നത് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? നാം വളർന്ന് ക്രിസ്തുവിനോടുകൂടെ ലോകത്തിൻ്റെ ആദിപാഠങ്ങൾ സംബന്ധിച്ച് മരിച്ചേ മതിയാകൂ. പാസ്റ്റർ വി എ തോമസ് അവർകൾ പറയുന്ന ഒരു പദപ്രയോഗം എൻ്റെ ഓർമ്മയിലുണ്ട്. തികഞ്ഞവരാരും ഭൂമിയിലില്ല. ഒരു വ്യക്തി തികഞ്ഞുവെന്ന് ദൈവത്തിന് തോന്നിയാൽ അന്നേരം തിരികെ വിളിക്കും. നമ്മുടെ ശരീരത്തിൽ ജീവിച്ച് തികവിലേക്ക് നടത്തേണ്ടതിന് ആത്മാവിനെ ശരീരത്തിനകത്താക്കി നമുക്കൊരവസരം തന്നതാ. എന്നെങ്കിലും ഒരാൾ തികഞ്ഞുവെന്ന് ദൈവത്തിന് തോന്നിയാൽ പിന്നെ ഇവിടെ ഇട്ടേക്കത്തില്ല, അപ്പോഴേ തിരിച്ചു വിളിക്കും. തികഞ്ഞവനാകാൻ ശ്രമിക്കുകയാണ് നമ്മൾ എല്ലാവരും ചെയ്യുന്നത്. ക്രിസ്തുവിനോടുകൂടെ മരിച്ചുവെങ്കിൽ, നിങ്ങളുടെ ആദിപാഠങ്ങൾ സംബന്ധിച്ച് മരിച്ചുവെങ്കിൽ, വായിച്ചു, ലോകത്തിൽ ജീവിക്കുന്നവരെ പോലെ മാനുഷ്യകൽപ്പനകൾക്കും ഉപദേശങ്ങൾക്കും അനുസരണമായി പിടിക്കരുത്, രുചിക്കരുത്, തൊടരുത് എന്നുള്ള ചട്ടങ്ങൾക്ക് കീഴ്പ്പെടുന്നതെന്ത്? നിങ്ങളെ ചട്ടങ്ങൾക്ക് ഇനി കീഴ്പ്പെടണ്ട. പക്ഷേ തുടരാതെ തൊടത്തില്ല, രുചിക്കരുതാത്തത് രുചിക്കത്തില്ല, തിന്നരുതാത്തത് തിന്നത്തില്ല, കുടിക്കരുതാത്തത് കുടിക്കത്തില്ല. അത് നിയമത്തിന് കീഴടങ്ങിയത് കൊണ്ടല്ല, ഞാൻ ദൈവപൈതലായി മാറിയത് കൊണ്ടാണ്. എൻ്റെ പുതിയ മനുഷ്യനിൽ ആ പഴയ സ്വഭാവം ഇല്ലാതെയാക്കി. എൻ്റെ ചിന്താമണ്ഡലം മാറിയതോടെ എൻ്റെ ജഡത്തിൻ്റെ അവയവങ്ങൾ മരിച്ചു. എൻ്റെ ചിന്താമണ്ഡലം ദൈവത്തോടുകൂടെ ആയതിനാൽ ദൈവികമായ എൻ്റെ അവയവങ്ങൾ ജീവിച്ചു. ഞാൻ ക്രിസ്തുവിനോടുകൂടെ മരിച്ചും ക്രിസ്തുവിനോടുകൂടെ ജീവിച്ചും കൊണ്ടിരിക്കുന്നു. ആകയാൽ ഇനി കൽപ്പനകൾ കാരണമല്ല, ദൈവത്തിൻ്റെ വിശുദ്ധിയിൽ ജീവിക്കേണ്ടതാകയാൽ ഞാൻ അപ്രകാരം ജീവിക്കും. പഴയ നിയമത്തിൻ്റെ കൽപ്പനകൾ പറഞ്ഞു മോഷ്ടിക്കരുത്. ഞാൻ പറയും കൃപയാൽ ഞാൻ മോഷ്ടിക്കത്തില്ല. പഴയ നിയമത്തിൻ്റെ കൽപ്പന മോഷ്ടിക്കരുതെന്ന് എഴുതിയിരിക്കുന്നത് കൊണ്ടല്ല, അതുകൊണ്ട് സ്വഭാവശുദ്ധീകരണം വരത്തില്ല. ആ കൽപ്പനയെക്കുറിച്ചുള്ള താല്പര്യമുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞ ഒരു ഉദാഹരണം എൻ്റെ ഓർമ്മയിലുണ്ട്. ഒരു പിൽഗ്രീം സ്ഥലത്ത് ഒരു പുണ്യസ്ഥലം വിസിറ്റ് ചെയ്യാൻ പോയ ഒരാൾ മടങ്ങി വന്നേച്ചു പറഞ്ഞു, ആ പുണ്യസ്ഥലം വിസിറ്റ് ചെയ്യാനായി പോകുമ്പോൾ ഒരു ടോയ്ലറ്റ് ഒരു പബ്ലിക് ടോയ്ലറ്റ് ഉണ്ട്. ആ പബ്ലിക് ടോയ്ലറ്റിൽ കയറേണ്ടതിന് ഫ്രീ ആയിട്ട് കയറാനാണ് അവിടെ വെച്ചിരിക്കുന്നത്, അതിന് പൈസ കൊടുക്കണ്ട. അവിടെ ജോലിക്കാരെ ആക്കിയിട്ടുണ്ട്. പക്ഷേ കയറുന്നവരുടെ നിന്നെല്ലാം 50 പൈസ, 1 രൂപ വെച്ച് ഈ പബ്ലിക് ടോയ്ലറ്റിൻ്റെ കീപ്പർ വാങ്ങിച്ചുകൊണ്ട് അവനെ മാത്രമേ കയറ്റത്തുള്ളൂ. 5 പേരുള്ള ഒരു ഗ്രൂപ്പ് പോയവരോട് 10 രൂപ ചോദിച്ചു. കാര്യം വേറൊരു ഗ്രൂപ്പ് വെയിറ്റ് ചെയ്യുന്നു, അവരെക്കാൾ മുമ്പേ നിങ്ങളെ കയറ്റിവിടാൻ 10 രൂപ തരാൻ പറഞ്ഞു. അങ്ങനെ 10 രൂപ കൊടുത്തേച്ച് ഞങ്ങളെ പബ്ലിക് ടോയ്ലറ്റിൽ കയറി ആ പുണ്യസ്ഥലം പോയി കണ്ടു. അദ്ദേഹം എന്നോട് പറഞ്ഞ വാചകമാണ്. തിരിച്ചു വരുമ്പോൾ സാധാരണ പോയ വഴിയെ അല്ല ആളുകൾ വരുന്നത്. ഒരു പുതിയ സ്ഥലം കൂടെ കാണേണ്ടതിന്, ഒരു പുതിയ വഴി കൂടെ കാണേണ്ടതിന് വേറൊരു റോഡേ നടന്നു വരും. ഈ പുള്ളി പറഞ്ഞു, നമ്മൾ ഈ 10 പേരും പഴയ വഴിയെ തന്നെ പാവിടാന്ന് പറഞ്ഞു. പഴയ വഴിയെ തന്നെ തിരിച്ചു വന്നു. ഈ പബ്ലിക് ടോയ്ലറ്റിന് മുമ്പിൽ വന്നപ്പോൾ അവിടെ തന്നെ കയറി. അയാൾ പറഞ്ഞു 5 പേർക്ക് 5 രൂപ വേണം. പയ്യെ അവൻ്റെ കുത്തിന് പിടിച്ച് 2 കുലുകു കുലുക്കി. എടാ, അങ്ങോട്ട് പോകുമ്പോൾ പുണ്യസ്ഥലം കാണാൻ പോവായിരുന്നു, അതുകൊണ്ട് നിന്നെ ഒന്നും ചെയ്യാതെ പോയി. ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ടേച്ച് വരിക, നിനക്കിട്ട് 2 തന്നേ പോകുന്നുള്ളൂ. അപ്പം ഞാൻ ചോദിച്ചു, പിന്നെ നീ എന്തിനാടാ പുണ്യസ്ഥലത്ത് പോയത്? ഈ പ്രശ്നം നിന്റെ അകത്തിരിക്കുകയാണല്ലോ. അപ്പം ഇതിനൊരു പരിഹാരം വരാൻ ഒക്കത്തില്ല. ന്യായപ്രമാണം അനുസരിക്കുന്നിടത്തോളം ഒരു ജഡീക നിയന്ത്രണവും വരത്തില്ല. എന്നാൽ ഞാൻ ദൈവപൈതലാണെന്ന തോന്നൽ, ഞാനൊരു ആത്മീയനാണെന്ന ചിന്ത എന്നെ പിടിച്ചു നിർത്തുന്നുവെങ്കിൽ
എൻ്റെ കയ്യിൽ നിന്ന് തെറ്റ് വരികയില്ല. കാര്യം അതെൻ്റെ ജീവിതത്തെ സ്വാധീനിക്കും, എൻ്റെ ജീവിതത്തെ വിടിവിക്കും. ഇനി ന്യായപ്രമാണം മാറിപ്പോയോ? ഞാനത് എളുപ്പത്തിൽ ഒന്ന് ചിന്തിക്കാൻ പോകുകയാണ്. 10 കൽപ്പനകൾ ഇന്ന് ബാധകമല്ലേ? ന്യായപ്രമാണത്തിലെ ഏറ്റവും കാതലായത് 10 കൽപ്പനയാണ്. കുല ചെയ്യരുത് എന്നതൊരു കൽപ്പനയാണ്. ഇന്ന് കുല ചെയ്യാമോ? രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞതുകൊണ്ട് ന്യായപ്രമാണം മാറിപ്പോയല്ലേ കുല ചെയ്യാമോ? ഒക്കുകയില്ലടൂ. മോഷ്ടിക്കരുത്, ന്യായപ്രമാണത്തിന്റെ പ്രമാണമാണ്. മോഷ്ടിക്കാമോ? ഒക്കത്തില്ലടൂ. അന്യൻ്റേത് മോഹിക്കരുത്, വ്യഭിചാരം ചെയ്യരുത്, ന്യായപ്രമാണത്തിന്റെ പ്രമാണമാ. നീങ്ങിപ്പോയോ? ഇല്ല. ആര് പറഞ്ഞ് നീങ്ങിയെന്ന്? ന്യായപ്രമാണമെന്ന് പറയുന്നത് അതിനകത്ത് കുറെ സോഷ്യൽ ലോ ഉണ്ട്. പിതാക്കന്മാർ വെച്ചിരിക്കുന്ന അതിര് നീ മാറ്റരുത്. ഇവിടെ വസ്തുക്കൾ അളക്കുമ്പോൾ വില്ലേജ് മാപ്പ് എടുത്തുകൊണ്ട് വരാറുണ്ട്. പിതാക്കന്മാർ വെച്ചിരിക്കുന്ന അതിര് ലോകത്തിൻ്റെ നിയമമാണ്, അതങ്ങനെ മാറ്റാൻ ഒക്കുകയില്ല. പിതാക്കന്മാർ വെച്ചിരിക്കുന്ന അതിര് മാറ്റരുത്. നീ അതിരുമാറ്റ് നമുക്ക് വേണ്ട. ഒരുപാട് നിബന്ധനകൾ, നിയമങ്ങൾ നമ്മുടെ കൂട്ടത്തിൽ കയ്യിലുണ്ട്. അതിനെ സോഷ്യൽ ലോ എന്ന് വിളിക്കും. സ്നേഹിതന്റെ ഭാര്യയെ മോഹിക്കരുത്, അയൽവക്കക്കാരൻ്റെ വസ്തുവകകൾ മോഹിക്കരുത്, പിടിച്ചു പറിക്കരുത്, അടിപിടി ഉണ്ടാക്കരുത്, മദ്യപിച്ച് വെറുതെ നടക്കരുത്. ഇതെല്ലാം സോഷ്യൽ ലോയിൽ പെടുന്നതാണ്. രണ്ടാമത്തേതിനെ മോറൽ ലോ എന്ന് വിളിക്കും. വ്യഭിചാരം ചെയ്യരുത്, മോറൽ ലോയാ. അതിനോട് ബന്ധപ്പെട്ട പകരം ദുർനടപ്പ് പാടില്ല, മോറൽ ലോയാ. മൂന്നാമത്തെ വിഭാഗത്തെ സാക്രിമെന്റൽ ലോ എന്ന് വിളിക്കും. കൂദാശാപരമായ, സാക്രിമെന്റ് എന്നുള്ളതിന്റെ യഥാർത്ഥ മലയാളം കൂദാശ എന്ന്. കൂദാശാപരമായ ചില കാര്യങ്ങൾ. രാവിലെ ഇവിടെ കയറി വന്നാൽ ആദ്യമേ പ്രാർത്ഥിച്ചേച്ച് 1, 2, 3 പാട്ട് പാടും. ഒടുവിൽ ഒരു സ്ലോ ട്യൂണിന്റെ പാട്ട് പാടി കഴിയുമ്പോൾ MA വർഗീസ് സ്റ്റേജിൽ വരും, ഒന്നുകൂടെ പ്രാർത്ഥിച്ചേച്ച് പ്രസംഗിക്കും. ഇത് ഇവിടുത്തെ സാക്രിമെന്റൽ ഓർഡറാണ്. പക്ഷെ ഇത് ദൈവസഭയുടെ റിട്ടൺ ഓർഡർ അല്ല. ദൈവസഭയ്ക്ക് അങ്ങനെ ഒരു പ്രമാണവും ഇല്ല. ഇത് ഇവിടുത്തെ കൺവീനിയൻസിന് നമ്മൾ ചെയ്തിരിക്കുന്നതാ. അങ്ങോട്ടും ഇങ്ങോട്ടും മാറാവുന്നതാ. എവിടെയെങ്കിലും ചെന്ന് ഇത് മാറിക്കൂടെന്ന് പറഞ്ഞെങ്കിൽ നോ 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 നോ, അത് തെറ്റിപ്പോയി. സാക്രിമെന്റൽ ലോ പഴയ നിയമത്തിൻ്റെ ഇത് മാറിപ്പോയി, പഴയ നിയമത്തിൻ്റെ സാക്രിമെന്റൽ ലോ കഴിഞ്ഞു. ഇങ്ങനെ പലതായി തിരിക്കാം. ഇതിൽ ആചാര മര്യാദകൾ ഉൾക്കൊള്ളുന്ന സാക്രിമെന്റൽ ലോ മാത്രമേ ന്യായപ്രമാണത്തിൽ നിന്ന് മാറിയിട്ടുള്ളൂ. I want to repeat it again. ന്യായപ്രമാണത്തിൽ നിന്ന് മാറിയത് പഴയ നിയമത്തിന്റെ നിയമങ്ങൾ ഉൾക്കൊള്ളുന്ന, ആരാധനാ പ്രമാണങ്ങൾ ഉൾക്കൊള്ളുന്ന സാക്രിമെന്റൽ ലോ മാത്രമേ മാറിയിട്ടുള്ളൂ. കൊലോസ്യലേഖനം 2-ാം അധ്യായത്തിന്റെ 16-17 വാക്യങ്ങളിൽ ഭക്ഷണപാനങ്ങൾ സംബന്ധിച്ചോ പെരുന്നാൾ, വാവ്, ശബത്തോ എന്നീ കാര്യങ്ങളിലോ ആരും നിങ്ങളെ വിധിക്കരുത്. ഭക്ഷണപാനീയങ്ങൾ അതൊരു നിയമത്താലല്ല. ഇതിനകത്തിരിക്കുന്നതിൽ ഒരു വിഭാഗം ആളുകൾ പോർക്കിൻ്റെ ഇറച്ചി തിന്നാറില്ല, വേറൊരു കൂട്ടം തിന്നുന്നു, അരുതെന്ന് ഞാൻ പറഞ്ഞില്ല. ഒരു കൂട്ടം ആളുകൾ ചെതുമ്പലില്ലാത്ത മീൻ ഭക്ഷിക്കുന്നില്ല, പഴയ നിയമത്തിൻ്റെ പ്രമാണമാണ്. അതുകൊണ്ട് വേറൊരു കൂട്ടം ആളുകൾ ഭക്ഷിക്കുന്നു, വേണമെന്നോ വേണ്ട എന്നോ ഞാൻ പറഞ്ഞില്ല. ഭക്ഷണപാനങ്ങളെ സംബന്ധിച്ച് ഇനിയും ആരും നിങ്ങളെ വിധിക്കരുത്. കാരണം അവ വരുവാനിരുന്നവയുടെ പൊരുള. നിഷേധിക്കപ്പെട്ട ഭക്ഷണം ഭക്ഷിക്കരുത് എന്ന് കാണിക്കേണ്ടതിന് പഴയ നിയമത്തിൽ കൊടുത്തിരുന്നതാ. പുതിയ നിയമത്തിൽ പറഞ്ഞു മദ്യപാനി ദൈവരാജ്യം അവകാശമാക്കുകയില്ല. യാതൊരു പ്രമാണങ്ങളും ഇല്ല എന്ന് പറയുന്ന പൗലോസ് വിളിച്ചു പറയുന്ന പദമാണിത്. മദ്യപാനി ദൈവരാജ്യം അവകാശമാക്കുകയില്ല, അവൻ ദൈവരാജ്യത്തിൽ കേറത്തേയില്ല. രക്ഷിക്കപ്പെട്ട ഒരു ദൈവപൈതൽ, ഒരു ശിശു എന്ന വണ്ണമെങ്കിലും ദൈവരാജ്യത്തിൽ പ്രവേശിച്ചു എന്ന് വരാം. പക്ഷെ മദ്യപാനിക്ക് അതുപോലും അനുവദനീയമല്ല. എന്നാൽ പൊട്ടച്ചൊല്ല്, കളിവാക്ക്, ഇങ്ങനെ ചേർച്ചയല്ലാത്തവയരുത്. കുറച്ച് തമാശ പറഞ്ഞാൽ സ്വർഗത്തിൽ പോകത്തില്ലെന്നല്ല, പക്ഷേ അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ മണവാട്ടി സഭയിലെ അംഗത്വം നഷ്ടപ്പെടും. പൊട്ടച്ചൊല്ല്, കളിവാക്ക് എന്നിങ്ങനെ ചേർച്ചയല്ലാത്തതൊന്നും ചുമ്മാ വിഡ്ഢിത്തം പറയുക, പൊട്ടത്തരം പറഞ്ഞു നടക്കുക, ആവശ്യമില്ലാത്തടത്ത് മൂക്കിന് നേരെ വിരൽ ചൂണ്ടി സംസാരിക്കുക, ഒത്തിരി ഒത്തിരി ഒക്കെ ഉണ്ട്. ഇങ്ങനെ അപമര്യാദയായ ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ അതുകൊണ്ട് നിങ്ങളുടെ നിത്യതയിലെ പ്രതിഫലം നഷ്ടപ്പെടും, അവിടുത്തെ ഉന്നമനം നിങ്ങൾക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് ഭക്ഷണപാനങ്ങൾ സംബന്ധിച്ചോ പെരുന്നാൾ, വാവ്, ശബത്ത് എന്നീ കാര്യത്തിലോ ആരും നിങ്ങളെ വിധിക്കരുത്. ശബത്തുകൾ സുനിൽ പാസ് കഴിഞ്ഞ ദിവസങ്ങളിൽ തൊട്ടിരുന്നു. ശബത്തുകൾ ശനിയാഴ്ച അത് ആചരിപ്പാൻ പഴയ നിയമത്തിൽ വ്യവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷെ പുതിയ നിയമസഭ ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ തോറും കൂടി വന്ന് ആരാധിച്ചു. ഫ്രീ ഉള്ള ദിവസങ്ങൾ നാം കൂടി ആരാധിക്കുന്നു.
എന്നൊക്കെ ഫ്രീഡം ഉണ്ടോ അന്നൊക്കെ നമ്മൾ കൂടി വന്ന് ആരാധിക്കുന്നു. അതിൽ പുതിയ നിയമത്തിൽ അനുവദിക്കപ്പെട്ടു. എന്നാൽ പുതിയ നിയമത്തിൽ സഭ ഒരുമിച്ച് കൂടുന്ന ദിവസങ്ങളെ നാം മാനിക്കണം. സഭ ഉപവസിക്കുവാൻ ഒരുമിച്ച് കൂടുന്നു, പ്രാർത്ഥിപ്പാൻ ഒരുമിച്ച് കൂടുന്നു, ആരാധനയ്ക്ക് വേണ്ടി ഒരുമിച്ച് കൂടുന്നു. നാം അതിനെ മാനിക്കണം. പെരുന്നാൾ, വാവ്, ആ സൂത്രമേ നമുക്കില്ല. കാര്യം ഓരോ ഗോളങ്ങളെ കുറിക്കുന്നതാണ്, അല്ലെങ്കിൽ ചന്ദ്രനെയും സൂര്യനെയും ഒക്കെ കുറിക്കുന്നതാണ് വാവുകൾ. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഗ്രഹനിലകൾ നോക്കുന്നത് പുതിയ നിയമത്തിൻ്റെ വിഷയമല്ല. അതുകൊണ്ട് പെരുന്നാളുകളും വാവുകളും നമുക്ക് കാര്യമല്ല. ആരും നിങ്ങളെ വിധിക്കരുത്. ഇവ വരുവാനിരുന്നവരുടെ നിഴലത്രേ, ദേഹമെന്നതോ ക്രിസ്തുവിനുള്ളതത്രേ. ഗലാത്യ ലേഖനം 5-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ പരിച്ഛേദന നിഷേധിച്ചിരിക്കുന്നതായി കാണാം. പഴയ നിയമത്തിൻ്റെ പ്രമാണമായിരുന്നു. പഴയ നിയമത്തിൽ നിന്ന് മാറ്റിയ കാര്യങ്ങളാണ് ഞാൻ വീണ്ടും വരുന്നത്. ഭക്ഷണപാനങ്ങൾ സംബന്ധിച്ച ഉപദേശം, പെരുന്നാൾ, വാവ്, ശബത്ത് എന്നീ ഉപദേശങ്ങൾ. പരിച്ഛേദന ഗലാത്യ ലേഖനത്തിൽ വരുമ്പോൾ പരിച്ഛേദന, എബ്രായ ലേഖനത്തിൽ വരുമ്പോൾ ലേവി പൗരോഹിത്യം, മൃഗബലി, ഇങ്ങനെ ഒരു 6-7 കൂട്ടം കാര്യങ്ങൾ കാണാം. ഇവ പുതിയ നിയമത്തിൽ എടുത്തു മാറ്റി അവയുടെ പ്രമാണം ഇല്ലാതെയാക്കി. അതിൻ്റെ അർത്ഥം കുല ചെയ്യാമെന്നല്ല, ന്യായപ്രമാണം പോയെന്നല്ല. ന്യായപ്രമാണം അതിൽ തന്നെ പര്യാപ്തമായിരുന്നു, അതിൽ തന്നെ നന്നായിരുന്നു. ആചാര അനുഷ്ഠാനങ്ങളും മറ്റും ചിലത് തെറ്റാണെന്നത് കഴിഞ്ഞാൽ ന്യായപ്രമാണം മാറ്റി എന്ന് പറയുവാൻ ദൈവവചനത്തിൽ വ്യവസ്ഥയില്ല. അതേസമയം മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ മനപ്പാഠമാക്കിയ മാനുഷിക കൽപ്പനകളെ അവർ പഠിപ്പിക്കുന്നു. അവരിതൊന്നും ആചരിക്കുന്നില്ല. മാനുഷിക കൽപ്പനകൾ മാത്രം, അതിൻ്റെ അർത്ഥം എന്താണെന്ന് അവർ ധ്യാനിക്കുന്നില്ല. അവർ മാനുഷിക കൽപ്പനകൾ മാത്രം. ഞാൻ അടുത്ത ഒരു ദിവസം എന്തെങ്കിലും ഒരിക്കൽ അവസരം കിട്ടുമ്പോൾ പരീശന്മാരെ കർത്താവ് നീചന്മാരായി ചിത്രീകരിക്കാൻ കാരണം എന്താണ് എന്ന പദത്തിലൂടെ പോകാൻ ആഗ്രഹിക്കുന്നു. അത് മുഴുവനും കപടഭക്തിയാണ് അതിൻ്റെ കാരണം. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 9 വരെ മനപ്പാഠമാക്കിയ മാനുഷിക കൽപ്പനകളാൽ അവർ ദൈവത്തെ പ്രസാദിപ്പിക്കാമെന്ന് പറയുന്നത് കൊണ്ട് വൃഥാ ആരാധിക്കുന്നു. അവരുടെ ആരാധനയ്ക്ക് അംഗീകാര്യം ഇല്ലാതെ പോകുന്നു. ഇനി സ്റ്റാറ്റ്യൂട്ട്സ് എന്ന് കൽപ്പനകളെ വിളിക്കാൻ കാരണമെന്ത്? മൂലഭാഷ എടുത്തു നോക്കിയാൽ കൊത്തിവെച്ചിരിക്കുന്ന കരിങ്കൽ പ്രതിമയിൽ തെറ്റ് വരത്തില്ല, ഭാവഭേദം വരത്തില്ല. ഞാനതിൻ്റെ മുന്നേ പോയി നിന്ന് കരഞ്ഞാൽ അത് എൻ്റെ കൂടെ കരയത്തില്ല, ഭാവഭേദമില്ല. ഞാനിവിടെ കൈ കൊട്ടി ചിരിച്ചാൽ, ഒരു നല്ല പാട്ട് പാടിയാൽ ഇതിൻ്റെ മുഖത്ത് യാതൊരു ഭാവഭേദവുമില്ല, അത് കൊത്തിവെച്ച പോലിരിക്കും. ഇതുപോലെ ദൈവത്തിൻ്റെ സ്വഭാവത്തിൽ മാറ്റമില്ലാതെ തന്നിട്ടുള്ള കൽപ്പനകളെയാണ് സ്റ്റാറ്റ്യൂട്ട്സ് എന്ന് വിളിക്കുന്നത്. അവൻ്റെ പ്രമാണങ്ങൾ, മനസ്സിലായോ? അത് പഴയ നിയമം പോലും പുതിയ നിയമം പോലും. ദൈവം യഥാവാനാണ്. ഒരു കൊത്തിവെച്ച പ്രതിമയിൽ വ്യത്യാസമില്ലാത്തതുപോലെ ദൈവിക മനോഭാവത്തിന് വ്യത്യാസമില്ല. അന്നുള്ള ആചാരക്രമങ്ങളിൽ വ്യത്യാസം വരുന്നുണ്ട്, പക്ഷേ ദൈവത്തിൻ്റെ കൽപ്പനകളിൽ വ്യത്യാസമില്ല എന്ന് കാണാം. ആരംഭത്തിങ്കൽ ദൈവം അത് തൻ്റെ വായാൽ കൽപ്പിച്ചു. ആദമിനോട് തോട്ടത്തിൻ്റെ നടുവിലുള്ള വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും, തൻ്റെ വായാൽ കൽപ്പിച്ചു. കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ വെർബലായി അതിനെ പകർന്നു കൊടുത്തു. കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ അത് ഹൃദയത്തിൻ്റെ മാംസപ്പലകകളിൽ എഴുതി. ഇതുകൊണ്ടാണ് മോശയുടെ കാലത്തും മറ്റും വിദ്യാഭ്യാസമില്ലാത്ത ആളുകളെ അത് പഠിപ്പിക്കേണ്ടതിനായി പാട്ടാക്കി ദൈവപ്രമാണം അവരെ പഠിപ്പിച്ചു. എന്തിന്? ചെവിയിൽ കേട്ട വെർബൽ ഇൻസ്ട്രക്ഷൻ മറക്കാതെ വണ്ണം മനസാക്ഷിയിൽ എഴുതി വെക്കേണ്ടതിനായി അത് പഠിപ്പിച്ചു. കേരള ക്രിസ്ത്യാനികളുടെ ഇടയിൽ മാർഗം കളി എന്ന് പറയുന്ന ഒരു കളിയുണ്ട്. പഴയകാല ഉപദേശങ്ങൾ, ദൈവവചനത്തിൻ്റെ ഉപദേശങ്ങൾ, ചരിത്രങ്ങളൊക്കെ സംഗീത രൂപത്തിലാക്കി ആളുകളെ ഇത് പഠിപ്പിച്ചു. സംഗീതം പഠിക്കുവാൻ എളുപ്പമാണ്. മാർഗം കളി എനിക്കിഷ്ടമല്ല. അതേസമയം അതിനകത്തെ അർത്ഥസത്തം, അതിൻ്റെ ആ ഗാംഭീര്യം ഒരിക്കലും മറക്കാനൊക്കത്തില്ല. ഇന്ന് വിദ്യാഭ്യാസമുള്ള ഒരു തലമുറയിൽ എഴുതി വെച്ചാൽ എനിക്ക് വായിക്കാം. അത് കഴിവില്ലാഞ്ഞ ഒരു തലമുറയിൽ പാട്ടുകളാക്കി ആളുകളെ പഠിപ്പിക്കുകയും സ്കിറ്റുകളാക്കി പഠിപ്പിക്കുകയും അല്ലാതെ മാർഗമില്ലായിരുന്നു. അതുകൊണ്ടാണ് അപ്രകാരമുള്ള പ്ലേകൾ പലതും രംഗത്ത് വന്നത്. ആരംഭത്തിങ്കിൽ ദൈവം വെർബലി അത് പറഞ്ഞു കൊടുത്തു, പിന്നെ ഹൃദയത്തിൻ്റെ മാംസപ്പലകയിൽ എഴുതി. റോമാലേഖനം 12:15 എബ്രായ ലേഖനം 10:16 ഒക്കെ വരുമ്പോഴത്തേക്ക് മനസാക്ഷിയിൽ ദൈവമായി അത് ഇട്ടുകൊടുത്തു.
മാംസപ്പലകയിലോട്ട് എഴുതേണ്ടതിന് വേണ്ടി നമുക്ക് പല മെത്തേഡുകൾ തരികയും അതോടൊപ്പം തന്നെ നമ്മുടെ മനസാക്ഷിയിലേക്ക് ദൈവം പലതും പകർന്നു തരികയും ചെയ്തു. ഞാനൊരു കാര്യം ചെയ്യുമ്പോൾ ഒരു ആത്മീയനാണെങ്കിൽ അത് തെറ്റാണെന്നറിയാം, എൻ്റെ മനസാക്ഷി എന്നെ കുറ്റം വിധിക്കും. പക്ഷെ ഒരുവൻ വെറും ക്രിമിനലാണെങ്കിൽ അവന് തെറ്റെന്ന് മനസ്സിലാകത്തില്ല. കാര്യം അദ്ദേഹത്തിൻ്റെ മനസാക്ഷി നിർജീവമാണ്. ദൈവികമായി ദൈവം നമ്മിൽ തന്നിട്ടുള്ള ദൈവത്തിൻ്റെ ഭാഗമാണ് നമ്മുടെ മനസാക്ഷി. ആ മനസാക്ഷിയിൽ ദൈവം അത് വ്യക്തമാക്കി. കുറച്ചു കാലം കഴിഞ്ഞു മോശയുടെ കയ്യിൽ ദൈവം അത് കല്ലിൽ എഴുതി കൊടുത്തു. ദൈവപ്രമാണം ആരംഭത്തിങ്കൽ വെർബലായി ദൈവം അറിയിച്ചു, വോക്കലായി ദൈവം അറിയിച്ചു. അതിനെന്തോ പറയുന്നത്, വാച്യഭാഷയിൽ അറിയിച്ചു. കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ വരഭാഷയിലായി ദൈവം അത് എഴുതി കൊടുത്തു. ഇന്ന് നമ്മുടെ കയ്യിൽ എഴുതി തന്നിരിക്കുന്ന അവസ്ഥയിലാണ്. ഇനിയും യേശു ക്രിസ്തു ഈ കൽപ്പനകളെ വിശദീകരിച്ചു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാമത്തെ അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യമൊക്കെ വരുമ്പോൾ ഒന്ന് വായിച്ചേക്കാം. 5:17. മത്തായിയുടെ സുവിശേഷം 5:17. ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നുവെന്ന് നിരൂപിക്കരുത്. ഞാൻ ന്യായപ്രമാണത്തെ നീക്കേണ്ടതിനല്ല വന്നത്, പ്രവാചകന്മാരെ നീക്കേണ്ടതിനല്ല വന്നത്, ഞാനത് നിവർത്തിക്കേണ്ടതിന് വന്നതാ. 5 മുതൽ ഒന്ന് വായിക്കാമോ? 5 മുതൽ 7 വരെ ദൈവം കൽപ്പനകൾ വിശദീകരിക്കുന്നത് കാണാം. യേശു, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. നീതിക്ക് വിശന്നു ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. സൽസ്വഭാവങ്ങൾ കൊണ്ട് ദൈവത്തെങ്കിൽ നിന്ന് അച്ചീവ് ചെയ്യാവുന്ന ചില കാര്യങ്ങളെ കുറിച്ച് യേശു ഇവിടെ പറഞ്ഞു. അതിനെ തുടർന്ന് യേശു പറഞ്ഞു, വ്യഭിചാരം ചെയ്യരുത് എന്ന് പഴയ നിയമത്തിലൊരു കൽപ്പനയുണ്ട്. ഞാനതിനെ മാറ്റാൻ വന്നതല്ല, ഞാനതിനെ എംഫസൈസ് ചെയ്യാൻ വന്നതാ. അരുതാത്ത ചിന്തയോടുകൂടെ പരസ്പരം നോക്കുന്നവർ, അത് എം.എ. വർഗീസിന്റെ വിശദീകരണമായി യേശു പറഞ്ഞത് അങ്ങനല്ല. അരുതാത്ത ചിന്തയോടുകൂടെ, തെറ്റായ ചിന്തയോടുകൂടെ ഒരു സ്ത്രീയെ നോക്കുന്ന പുരുഷൻ അവളോട് ഹൃദയം കൊണ്ട് വ്യഭിചാരം ചെയ്തു എന്ന് ഞാൻ പറയുന്നു. മോശ പറഞ്ഞപ്പോൾ അതിൻ്റെ ക്രിയ മാത്രമേ പറഞ്ഞുള്ളൂ. ഞാൻ തോട്ട് പാറ്റേണെ കൂടെ പിടിക്കുക. നമ്മൾ തോട്ട് പാറ്റേണിലാണ് തുടങ്ങിയത്. മോശ പറഞ്ഞപ്പോൾ അതിൻ്റെ ക്രിയയെക്കുറിച്ച് മാത്രമേ പറഞ്ഞുള്ളൂ. ഞാൻ പ്രമാണം നീക്കാൻ വന്നതല്ല, ഞാനത് എംഫസൈസ് ചെയ്യാൻ വന്നതാണ്. തോട്ട് പാറ്റേണിൽ അതെങ്ങനെ ക്രമീകരിക്കണം എന്ന് ഞാൻ പറയുകയാണ്. കുലപാതകം അരുത് എന്ന് യേശു പറഞ്ഞു. സഹോദരനോട് കോപിക്കുന്ന കോപം കുലപാതകത്തിലേക്ക് നയിച്ചേക്കാം, അത് കുലപാതകമായി കണക്കാക്കാം. ആകയാൽ കോപിക്കരുത്. തുടർന്ന് അപ്പോസ്തലന്മാർ ഇതിനെ ഉപദേശമാക്കി തന്നു. കർത്താവ് വെർബലി പറഞ്ഞു, പിന്നെ വരഭാഷയിൽ എഴുതി കൊടുത്തു, മനസാക്ഷിയിൽ ദൈവം ഇട്ടുകൊടുത്തു, ഹൃദയത്തിൻ്റെ മാംസപ്പലകയിൽ എഴുതി. യേശു കൽപ്പനകളെ വിശദീകരിച്ചു. അപ്പോസ്തലന്മാർ അത് ഉപദേശമാക്കി. പൗലോസിനെ 3-ാം സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി വെച്ച് പറഞ്ഞു, നീ അവിടെ ചെല്ലുമ്പോൾ കേവലം ഉപദേശം പറയുക മാത്രമല്ല, ജീവിതത്തിൽ കാണിച്ചുകൊട് എങ്ങനെയാ ജീവിക്കേണ്ടത്. മദ്യപിക്കരുത്, വ്യഭിചാരം ചെയ്യരുത്, അയോഗ്യമായി നടക്കരുത്, എങ്ങനെയൊക്കെ നീ ഇടപെടണം, നിന്റെ ജീവിത മാതൃക കൊണ്ട് കാണിച്ചുകൊട്. നിർത്തരുത്, അടുത്ത തലമുറയ്ക്ക് ഇത് കൈമാറ്. ഞങ്ങൾ കാണിച്ചു തന്ന മാതൃക പ്രകാരം നടക്കുന്നവരെയും കുറിക്കൊള്ളുക. ഞങ്ങൾ ചിലതെല്ലാം ഏൽപ്പിക്കാനായി പോകുകയാണ്. തിരുവചനം രക്ഷയ്ക്ക് പര്യാപ്തമാണെന്ന് പഴയ നിയമത്തെക്കുറിച്ച് പറയുന്നു. ലൂക്കോസിന്റെ സുവിശേഷം